ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന സൈക്കോ തെറാപ്പിയുടെ ഒരു സീരീസ്, സൗജന്യ വെബിനാറിന്റെ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകൾ നമ്മൾ നേരത്തെ നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയെന്നോണം സൈക്കോ തെറാപ്പിയുടെ അടുത്ത ഒരു എപ്പിസോഡ് നമ്മൾ ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ്. മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലേഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, റെമഡിയേറ്റേഴ്സ് തുടങ്ങി സോഷ്യൽ വർക്കേഴ്സ് ഉൾപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന, മനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആളുകളെ പിന്തുണക്കുന്ന, ആളുകളെ സമാശ്വസിപ്പിക്കുന്ന, മെന്റൽ ഇൽനെസ്സിൽ നിന്ന് മെന്റൽ വെൽനെസ്സിലേക്ക് നയിക്കുന്ന ആളുകളെ മാക്സിമം സ്കിൽഡ് ആക്കുക, അവരെ അപ്ഗ്രേഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ സതുദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സൈക്കോ തെറാപ്പി, കൗൺസിലിംഗ്, അതേപോലെ തന്നെ സൈക്കോളജിയുടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെ അധികരിച്ചുകൊണ്ട് വളരെ സമ്പുഷ്ടമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ നടത്തി വരുന്നത്. മാക്സിമം ആളുകളിലേക്ക് നോളജുകൾ ഷെയർ ചെയ്യുക, ആ നോളജുകളെ കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യുക, നമ്മളിൽ അപ്ലൈ ചെയ്യുക എന്നതൊക്കെയാണ് ഇതിന്റെ ഒരു റിസൾട്ടായിട്ട് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ ഇന്റഗ്രേറ്റഡ് ബിഹേവിയറൽ കപ്പിൾ തെറാപ്പി എന്ന സൈക്കോ തെറാപ്പി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഇന്ന് സാർ ഇവിടെ അവതരിപ്പിക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ മുന്നോടിയായിട്ട് നടന്ന വ്യത്യസ്തമായിട്ടുള്ള സൈക്കോ തെറാപ്പിയുടെ സീരീസ്, ഏകദേശം 15-ലധികം വരുന്ന സൈക്കോ തെറാപ്പിയുടെ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ വിംബിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതെല്ലാം കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് അവിടുന്ന് നിങ്ങൾക്ക് കാണാനും പഠിക്കാനും സാധിക്കും. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വിംബിൾ അക്കാദമിയിലെ ഫാക്കൽറ്റിയായ നിസാബ് അഹമ്മദ് കുട്ടി സാറാണ്. കാലിക്കറ്റ് സ്വദേശിയാണ്, അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിൽ ലീവിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ സാറിനെ ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു സൗജന്യ വെബിനാറിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിസാബ് സാറിന്റെ CBTയുടെ 5 ഡേയ്സ് വർക്ക്ഷോപ്പ് നമ്മൾ 13 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ 14ാമത്തെ ബാച്ച് തീർച്ചയായിട്ടും ഉടനടി ആരംഭിക്കും. പല ആളുകളും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത്. സാർ നാട്ടിലായതുകൊണ്ട് ഇനി നാട്ടിൽ നിന്ന് തിരിച്ച് പിന്നെ ഒരു 10 ദിവസത്തിനകം തന്നെ തിരിച്ചു പോകും. അപ്പോൾ അതിനുശേഷം നമ്മൾ CBTയുടെ 14ാമത്തെ ബാച്ച് തുടങ്ങും. അഡ്വാൻസ്ഡ് CBTയുടെ 2 മാസത്തെ കോഴ്സ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു സെഷൻ മാത്രമാണ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത തിങ്കൾ ചൊവ്വ അതിന്റെ 2ാമത്തെയും 3ാമത്തെയും ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ DBTയുടെ ഒരു 3 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ സാറിന്റെ കീഴിലായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഉടനടി നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കും. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്റെ ഒരു 10 ടെസ്റ്റുകളുടെ ഒരു വർക്ക്ഷോപ്പും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൗൺസിലിംഗ് അതല്ലെങ്കിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി സ്ഥിരമായിട്ട് നമ്മൾ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് വരുന്ന കേസുകളെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ടെസ്റ്റുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക, ഏത് രീതിയിലാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 10 ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു വർക്ക്ഷോപ്പും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും തീർച്ചയായിട്ടും ഗ്രൂപ്പിലൂടെ അറിയിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന ഒരു ചെറിയ എമൗണ്ടിന് മാത്രമായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇന്റഗ്രേറ്റഡ് ബിഹേവിയറൽ കപ്പിൾ തെറാപ്പി ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിസാബ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നിസാബ് സാർ, പ്ലീസ്. Okay, thank you.
ഹലോ, നമസ്കാരം. നമസ്തേ നമസ്തേ സർ. നമസ്കാരം സാർ. ഓക്കെ, എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലായിരുന്നു? അൽഹംദുലില്ലാ ഉഷാറാണ്. നമ്മള് സൈക്കോളജി ഇങ്ങനെ ഈ ഒരു തെറാപ്പിയുടെ ഒരു സെഷന് വലിയൊരു പരമ്പര തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് വരുന്ന കുറെ നമ്മളെ അറിയുന്നവരെ, സ്ഥിരമായിട്ട് കാണുന്ന ചില മുഖങ്ങളുണ്ട്. നല്ല വളരെ സന്തോഷമുണ്ട്. സ്ഥിരമായിട്ട് എല്ലാവരും ഇതിനോടുള്ള പാഷനുമായിട്ട് വരുന്ന ആളുകളാണ്. ഇപ്പോ ഞാൻ പൊതുവെ പറയാറുണ്ട്, എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു പാഷൻ അതിലില്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ആ നോളജ് എവിടേക്കും പിന്നെ എന്താണ് ആരെന്ത് പറഞ്ഞാലും, ഇപ്പോ ഞാനല്ല വേറെ ആരെന്ത് ഈ ഒരു സെഷൻ പോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ചെറിയൊരു പാഷൻ പോലും ഇല്ലെങ്കിൽ അതിലേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. പിന്നെ അതേപോലെ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സാർ, നമ്മളിങ്ങനെ ഒരുപാട് തെറാപ്പികൾ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പേഴ്സണലായിട്ട്. സാർ എല്ലാ ആഴ്ച ഇങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കുന്നു, അതിലൊക്കെ സ്ഥിരമായിട്ട് ഒരു തെറാപ്പി പഠിച്ചാൽ പോരെ, എന്തിനാണ് മറ്റു തെറാപ്പികൾ പഠിക്കുക? പക്ഷെ അതേപോലെ തന്നെ ഒരു തെറാപ്പി തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുക, അത് ഓക്കെയാണ്. പക്ഷെ എന്താണ്, നമുക്ക് പല സാഹചര്യത്തിൽ രണ്ട് അപ്രോച്ചുകൾ നമ്മൾ സാധാരണ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഉപയോഗിക്കാറുണ്ട്, എക്ലക്റ്റിക്കും ഇന്റർഗ്രേറ്റും. അപ്പൊ ഏത് തെറാപ്പിയിൽ ഏത് ടൂളാണ് നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് കൊടുക്കുകയെന്ന് ചോദിച്ചാണ് എല്ലാ തെറാപ്പിയും ഒരു അവയർനെസ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ കണക്കാക്കുക, അല്ലാതെ ഇന്ന തെറാപ്പി അവിടെ കൊടുക്കാൻ പറ്റില്ല, ഇന്നതേ കൊടുക്കാൻ പറ്റൂ, CBT കൊടുക്കാൻ പറ്റൂ, മറ്റേത് കൊടുക്കാൻ പാടില്ല, അല്ലെ DBT പറ്റൂ, അല്ലെങ്കിൽ RBT പറ്റൂ എന്നുള്ള ചിന്താഗതി നമ്മൾ ഏത് തെറാപ്പി നിങ്ങൾക്ക് പഠിച്ചിട്ട് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു തെറാപ്പി നിങ്ങൾക്ക് ഏതൊരു സെഷനിലേക്കും കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമ്മൾ കൗൺസിലിംഗ് സെഷൻ ഒരു ക്ലയന്റുമായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും അറ്റ്ലീസ്റ്റ് എന്താണ് നമ്മൾ മറ്റുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. അത് എത്തിക്കലാണ്. അത് ഭയങ്കര മറ്റൊരു പ്രയാസങ്ങളിലേക്ക് പോകും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഒരു പഠിക്കുന്ന സമയത്ത് ആദ്യമായി ഒരു കൗൺസിലിംഗ് സെഷനിൽ കിട്ടുന്ന ക്ലയന്റിന്റെ ഇമോഷൻസ് ഒക്കെ കുറച്ച് ഹാപ്പിനെസ് തോന്നുമ്പോൾ മറ്റുള്ള ആൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ തോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് നമ്മുടെ ഇതിൽ പിന്നെ ഫ്യൂച്ചറിലേക്ക് ബാധിക്കും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്ലയന്റിന്റെ എന്തും ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, പേഴ്സൺ മറ്റു തരത്തിലുള്ള ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് കേസ് ഷെയർ ചെയ്യാം. അയാളുടെ പേരൊക്കെ മാറ്റിയൊക്കെ പറ്റാത്ത രീതിയിൽ പറഞ്ഞ് ഫോട്ടോ ഒന്നും ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക, ഡീറ്റെയിൽസ് ശ്രദ്ധിക്കരുത്. പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങളെ സീനിയേഴ്സിനോ അല്ലെ ജൂനിയേഴ്സിനോ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ കേസിൽ ഇവിടെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നത് പോലെ, അല്ലാതെ പൂർണ്ണമായിട്ടൊരു ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. അതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, നമുക്ക് ഒരു ഡിസ്കഷനിലേക്ക് ലാസ്റ്റിലേക്ക് വരാം. ജസ്റ്റ് മുമ്പ് നമ്മളൊരു ഈ അക്കാദമിയിൽ തന്നെ ഒരു BCT ബിഹേവിയറൽ കപ്പിൾസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഇത് ഏകദേശം ഒന്ന് തന്നെയാണ്. ഏകദേശം ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി എന്താണ് ഡെപ്ത് ആയിട്ട് അതേപോലെ ഇന്റർഗ്രേറ്റീവ് ആയിട്ട് വരുന്നത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് തെറാപ്പി. കപ്പിൾസിന് വേണ്ടി നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ഈ ഒരു IBCT എന്ന് പറയുന്നത്. ഇതിൽ ആരെങ്കിലും IBCT കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും? അല്ലെങ്കിൽ ബിഹേവിയർ കപ്പിൾ തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ? തെറാപ്പിസ്റ്റ് ഈ ഒരു അക്കാദമിയിൽ ഒരുപാട് തെറാപ്പിസ്റ്റുകളുണ്ട്. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതിനെപ്പറ്റി എന്തെങ്കിലും നമ്മൾ PG UG ഒക്കെ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ IBCT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള? ആരും കേട്ടിട്ടില്ല? ഓക്കെ, അപ്പോ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ ഒരു റെസ്പോൺസ് ചെയ്യാനുള്ള ഒരു മടിയായിരിക്കും അല്ലെ? അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കടക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു IBCT എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെ ഫാമിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള തെറാപ്പി. കാരണം ഒരു ക്ലയന്റിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ സംസാര ശൈലി, അല്ലെങ്കിൽ ഒരു കപ്പിൾസ് നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് അവരെ ഏത് രീതിയിലാണ്, ഓരോരുത്തർ ഇൻഡിവിജ്വലായി നമ്മൾ നോക്കുന്നു, അവർ ഏത് രീതിയിലാണ് പെരുമാറുന്നത്, ഏത് രീതിയിലാണ് അവരുടെ പ്രയാസങ്ങൾ അവരെ കൊണ്ടുപോകുന്നത്, അത് മനസ്സിലാക്കേണ്ട ഒരു ട്രഡീഷണൽ രൂപത്തിൽ എന്താണ് നമുക്ക് അവരെ ഒരു മാനസികമായി നല്ലൊരു ഹാപ്പിനെസ് ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തെറാപ്പിയാണ് IBCT. അതിൽ പ്രധാനമായിട്ടും നോക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലയന്റിന്റെ പെരുമാറ്റം, എങ്ങനെയാണ് ഒരു ക്ലയന്റ് പെരുമാറുന്നത് തന്റെ പാർട്ട്ണറോട്, ആ ഒരു പിന്നെ അതേപോലെ തന്നെ വൈകാരികമായി ഇമോഷണൽ ആയിട്ട് എന്താണ് തന്റെ പാർട്ട്ണറെ ഏത് ഇമോഷനിലാണ് ഇവർ കണക്കാക്കുന്നത്, ഏത് രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇപ്പൊ അടുത്തൊരു കേസ് നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ കേസ് ഞാൻ പൂർണ്ണമായിട്ട് അതിലേക്ക് എങ്ങനെ വന്നത് ഞാൻ പറയാം. വൈഫ് എപ്പോഴും പലതരത്തിലും ചീത്ത പറയാണ്. അതായത് എന്ത് ചെയ്താലും വൈഫിന് കുറ്റങ്ങളാണ്.
അപ്പോ അതെന്താണ് ഈ കുറ്റങ്ങൾ പറയുന്നത്? ആ സമയത്ത് എന്താണ് ഇയാളുടെ റെസ്പോൺസ് എന്താണ്? സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് ഇങ്ങനെ പോവാണ് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ അവസാനമായിട്ട് ഈ വൈഫ് പ്രശ്നം ഉണ്ടാക്കിയത് എന്താണ്? ഇയാൾ ഒന്നിനും പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഡൈവോഴ്സ് വേണം. ഇത്രയും കാലം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം ഇയാൾ എന്ത് വിചാരിച്ചു? പാവം മനുഷ്യൻ എന്ത് വിചാരിച്ചു? അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി പോയിക്കോട്ടെ, ഒരു 2 3 കുട്ടികളൊക്കെ ആയതല്ലേ, ഇനി വലിയ പ്രയാസം പ്രശ്നമൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കണ്ടെന്ന് ചിന്താഗതി. ഇയാൾ 10 കൊല്ലമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നത്. 13 കൊല്ലമായി ഇവരെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ചിന്തിക്കുന്ന തീരെ ഇത്. പക്ഷെ ഇപ്പൊ അവര് പറയുന്നു ഇയാൾ ഒന്നിനും കൊള്ളത്തില്ല, എന്താണ് ഇയാൾ ഒരു കാര്യത്തിനും പ്രതികരിക്കും. ഞാൻ എന്തെങ്കിലും അയാളെ മോശമായിട്ടോ നല്ല കാര്യം പറഞ്ഞാൽ പോലും അയാൾക്ക് ഒന്നും പറയാനില്ല, അതുകൊണ്ട് ഇയാളെ കൂടെ എനിക്ക് ജീവിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു എന്റെ ഇപ്പൊ അടുത്തൊരു കേസ് വന്നത്. പക്ഷെ അതിലൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് ഈ ഒരു ടേം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക കേസിൽ, ഇങ്ങനത്തെ പലതരത്തിലായിട്ട് നമ്മുടെ മുമ്പിൽ കേസുകൾ വരിക, പ്രത്യേകിച്ച് കപ്പിൾസിലുമായിട്ട്, ഫാമിലി ഇഷ്യൂസുമായിട്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു തെറാപ്പിക്ക് ഒരു ഏജ് പാറ്റേൺ കൊടുക്കുകയാണ്. അതായത് 35-40 വയസ്സിനിടയ്ക്ക് അത്യാവശ്യം ഫാമിലി ഒക്കെ, ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റിലായി, ഒരു 1 2 കുട്ടികളൊക്കെ ആയി. ആ സമയത്ത് ഈ ഒരു 35-40 വയസ്സിനിടയ്ക്ക് ആണിനും പെണ്ണിനും ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികം ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ. ഇതൊക്കെ എന്താണ് ഇവരെ റിലേഷൻഷിപ്പിനെ ബാധിക്കാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഏജിന്, ഞാനല്ല, ഈ ഒരു ഡെവലപ്മെന്റ് IBCT ഡെവലപ്മെന്റ് ആൻഡ്രൂ ക്രിസ്റ്റിനർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, നെയിൽ ജാക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടി രണ്ടുപേരും എന്താണ് ഇവർക്ക് ഒരു ഏജ് പാറ്റേൺ ഈ ഒരു തെറാപ്പി കൊടുത്തു. കാരണം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ ഏജിലാണ് ഈ ഒരു പ്രയാസങ്ങൾ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോ അതേപോലെ അതൊരു ഡെഫിനിഷൻ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു അതായത് നമ്മളെ പാർട്ട്ണർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതായത് ഒരു ആണും പെണ്ണും നമ്മൾ പല സെഷനും കൗൺസിലിംഗ് മനസ്സിലാക്കുന്നത് പോലെ ഒരു ആണും പെണ്ണും രണ്ടും രണ്ട് തരത്തിലുള്ള ലൊക്കാലിറ്റിയിൽ നിന്നാണ് വരുന്നത്. അതപ്പോ അയാൾ അടുത്ത ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നായിരിക്കില്ല. അപ്പൊ മറ്റൊരു സ്ഥലത്തു നിന്ന് ഒരാൾ ഇന്നയാളെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അയാളുടെ സ്വഭാവങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറെ സമയമെടുക്കും. പിന്നെ അതേപോലെ തന്നെ അയാളുടെ വ്യക്തിപരമായിട്ട് അയാൾക്ക് എന്തൊക്കെയാണ് താല്പര്യങ്ങൾ, അതൊന്നും പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായിക്കോളും. ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. ഒരു സ്വന്തം പാർട്ട്ണർ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് അവരോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇയാളോട് ഭർത്താവിനോട് ഏതൊക്കെ രീതി ചോദിക്കാം. പലതരത്തിലുള്ള പ്രയാസം രണ്ട് കൂട്ടർക്കും ഉണ്ടാവും. പക്ഷെ എന്താണ് തൽക്കാലം ഇവരൊന്നും വലിയ വർഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പല ഫാമിലീസിലും പുറത്തൊന്നും ആരും അറിയുന്നില്ല. പക്ഷെ ഉള്ളിൽ എന്താണ് ചില പ്രയാസങ്ങൾ, മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു തെറാപ്പിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതായത് പങ്കാളികൾ തമ്മിലുള്ള അങ്ങോട്ടുമുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും, അവരുടെ വൈകാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടത് അത് കുറയ്ക്കാൻ. അതായത് ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സാഡ് ആയിരിക്കും, അതേപോലെ ആങ്കർ ആയിരിക്കും. നേരത്തെ പറഞ്ഞ എപ്പോഴും ദേഷ്യമാണ്, അടിപിടിയാണ്, അവിടെ എപ്പോഴും കുറ്റം പറച്ചിലാണ്, അത് അഗ്രഷനാണ്. ഇയാൾ ചെയ്യുന്ന പല കാരണങ്ങൾ കൊണ്ടും ഇവക്ക് ദേഷ്യം വരികയാണ്. ചിലപ്പോ ഒരു കുടുംബത്തിൽ വലിയൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇയാൾ സൈലന്റ് ആണ് നിൽക്കുന്ന സമയത്ത് ഈ പാർട്ട്ണർക്ക്, അയാളെ ഭാര്യക്ക് ചിലപ്പോ എന്താണ് ഇയാളെ കൊണ്ട് ഒരു ഉപയോഗമില്ല എന്നുള്ള തോട്ട് അവിടെ അങ്ങനെയാണ് വരുന്നത്. കാരണം എന്താണ്? മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല, ജോലിക്ക് പോകുന്നു, അതൊക്കെ ഓക്കെ. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈഫിൽ എന്താണ് ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം തീരുമാനം എടുക്കുന്ന സമയത്ത് ഇയാൾ സൈലന്റ് ആകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ എന്താണ് പിന്നീട് ഒരു ഫാമിലി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള എന്താണ് അവരെ മുറിവേറ്റ് കിടക്കുന്ന, പറയാൻ പറ്റാത്ത ഒരുപാട് വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ ക്ലയന്റ് എന്ന നിലയിൽ, അല്ല തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട്, അപ്പൊ എന്താണ് ഈ ഒരു തെറാപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യ സെഷൻ രണ്ടുപേരെയും ഒരുമിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് രണ്ടുപേരെയും ഒരേ സമയത്തിട്ട് രണ്ടാളെ പ്രശ്നങ്ങൾ ഒരേ സമയത്ത് പറയിപ്പിക്കുക എന്നുള്ള. ആദ്യ സെഷൻ തന്നെ രണ്ടുപേരും നമ്മൾ മുമ്പിലിരുത്തി പറയും. പക്ഷെ മറ്റുള്ള തെറാപ്പികൾ നോർമലായിട്ട് കൗൺസിലിംഗ് എങ്ങനെയാ ചെയ്യുക? ഒരു കപ്പിൾ കേസ് വന്ന രണ്ടുപേരെ എന്താണ് ആദ്യം രണ്ടുപേര് വ്യക്തിപരം ഇൻഡിവിജ്വലായി പേഴ്സണായിട്ട് കേൾക്കാൻ പറയാനുള്ളതൊക്കെ കേൾക്കും. പിന്നെ രണ്ടോ മൂന്നോ സെഷൻ കഴിഞ്ഞിട്ട് രണ്ടുപേരെ ഒരുമിച്ച് ഇരുത്തും എന്നുള്ളത്. പക്ഷെ ഈ ഒരു തെറാപ്പിന്റെ പ്രത്യേകത ഇതാണ്. അപ്പോ ഇതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹൗ അല്ലെങ്കിൽ വൈ, എന്തുകൊണ്ടാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ പ്രയാസങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അതേപോലെ എന്തുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഹൗ വൈ, എങ്ങനെയാണ്, എപ്പോഴാണ്, ആ രീതിയിൽ. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഇന്റർവെൻഷനിൽ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈ രീതിയിൽ പോയിക്കൂടാ,
അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൂടാ, ആര് മൂലമാണ് നിങ്ങൾ ഈ ഒരു ലൈഫിലേക്ക് പ്രയാസം ഉണ്ടാകുന്നത്. ചിലപ്പോൾ പല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് ഉണ്ടാവും, മറ്റു മെമ്പേഴ്സിനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു തെറാപ്പി കൊണ്ട് എന്തുകൊണ്ടാണ് എങ്ങനെ എന്നുള്ളത് അവരെ നമുക്ക് തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കോമ്പണ്ട്, അതായത് പോയിന്റുകൾ, ടൂൾസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു തെറാപ്പിന്റെ മോഡൽ. അതായത് ആദ്യത്തെ ഒരു സെഷൻ തെറാപ്പി ചേഞ്ചസ് പ്രോസസ്സ്, അല്ലെങ്കിൽ അതേപോലെ ക്ലയന്റ് ചേഞ്ച് പ്രോസസ്സ്, ചേഞ്ച് മെക്കാനിസം, തെറാപ്പി ഔട്ട്കം എന്നുള്ള രീതിയിലാണ് ഈ ഒരു തെറാപ്പി പോകുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യ സെഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു രണ്ടുപേരും ക്ലയന്റിനെ ഒരുമിച്ച് ഇരുത്തുന്നു. അതിനുശേഷം ആ ക്ലയന്റ് തെറാപ്പി ചേഞ്ച് ദ പ്രോസസ്. അവിടെ നമ്മൾ ഏറ്റവും നല്ലത് ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ സാധാരണ പറയും പോലെ ആക്റ്റീവ് ലിസണർ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ലൊരു കേൾവിക്കാരനായിട്ട് അവിടെ നിൽക്കുക. തെറാപ്പി സെഷൻ ഉപയോഗിക്കുന്ന രീതി എന്താ, നമ്മളെ ആ ഒരു കേൾവിക്കാരൻ, നമ്മൾ അവരെ ഓരോ ചോദ്യം, ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയും അതൊക്കെ എന്താണ് അവർക്ക് ഇംപ്രസീവ് ആവണം. അതേപോലെ തന്നെ ആ സമയത്ത് എന്താണ് ഈ ഒരു തെറാപ്പി ചേഞ്ച് പ്രോസസ് ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണ് ഈ ഒരു തെറാപ്പിയുടെ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പ്രശ്നങ്ങൾ എന്താ, രണ്ടുപേരെയും പ്രശ്നങ്ങളൊക്കെ ചോദിക്കുന്നു. പിന്നെ അവരെ ഏത് രീതിയിൽ, അപ്പൊ നിലവിൽ അവരെ ഇമോഷൻസ് ഏത് രീതിയിലാണ് കടന്നു പോകുന്നത്. അതേപോലെ തന്നെ രണ്ട് ക്ലയന്റിന്റെയും ഈ സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ നിലപാടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു രീതിയാണ് തെറാപ്പി ചേഞ്ച് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ഇനി ക്ലയന്റ് ചേഞ്ച് പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് പിന്നെ അവരുടെ പ്രശ്നങ്ങൾ, അതായത് ചികിത്സക്ക് നമ്മൾ ഏകദേശം ഒരു കാര്യങ്ങൾ രണ്ടാളും കേട്ടു. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു തെറാപ്പി സെഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് നമ്മൾ രണ്ടാളെ വിടുന്നു. അതായത് പുറത്തേക്ക്, അതായത് വീട്ടിൽ ഒരു സെഷൻ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് വിചാരിക്കുക. അവര് വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ക്ലയന്റ് ചേഞ്ച് പ്രോസസ്സസ് എന്ന് പറയും. അപ്പൊ ഉദാഹരണം നമ്മളൊരു ഇന്റർവെൻഷൻ കൊടുക്കുകയാണ്. ഇത്രയും കാലം നിങ്ങൾ 1-2 സെഷൻ നിങ്ങൾ പരാതികൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ഇനി മുതൽ നിങ്ങൾ എന്താണ് വീട്ടിൽ പോയതിനു ശേഷം രണ്ടാളും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് ആയിട്ടുള്ള പഴയ കഴിഞ്ഞു പോയിട്ടുള്ള തെറ്റുകളും കുറവുകളും ഒന്നും പറയാൻ പാടില്ല. അത് അവരെന്താണ് ഈ പറഞ്ഞിരുന്ന കാര്യം എന്താണ് അവർ പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടോ നമ്മൾ വ്യക്തമായിട്ട് അവരെ കൊണ്ട് ഉറപ്പ് എന്താണ് ഒരു കൺസെന്റ് ലെറ്റർ വാങ്ങി അവരെ കൊണ്ട് സഹായിക്കും. കാരണം ഈ പറഞ്ഞതുപോലെ പിന്നെ അതേപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് ഒരു തെറാപ്പിയും കാര്യം. പിന്നെ ഇതിനു മുമ്പ് എന്താണ് നമ്മൾ ഒന്ന് ചോദിക്കേണ്ടത് എന്താണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്നുള്ളത്. ഇപ്പൊ ഡൈവേഴ്സ്ഡ് ആയിട്ട് താല്പര്യമുള്ള കേസുകൾ വരും. അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് ചില മാറ്റങ്ങൾ ടെക്നിക്ക് ഉപയോഗിച്ച് വേണം ഡൈവേഴ്സ് അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ഫാമിലിയിൽ ഈ ഒരു തെറാപ്പി വെച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ക്ലയന്റ് ചേഞ്ച് പ്രോസസ്സിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ ഒരു സമയത്ത് രണ്ടുപേർക്കും എന്താണ് ഹോം അസൈൻമെന്റ് കൊടുക്കുകയാണ് ഇങ്ങനെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ ആ സമയത്ത് ഇവർ കുറച്ച് സമയത്ത് വീട്ടിൽ ചെന്നിട്ട് പഴയതുപോലെ അടിപിടിയ പരമാവധി ഒന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പൊ അവരെ കൊണ്ട് നമ്മൾ എന്താണ് ഒരു സ്വയം ലെറ്റർ എഴുതാൻ പറയും. തൽക്കാലം ഞാൻ എൻ്റെ വൈഫുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ല ഭാര്യയുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ലെ പിന്നെ ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ എന്താണ് ആ സമയത്ത് എന്താണ് അവരുടെ മനസ്സിന്റെ, അതായത് ചിന്തകളും വികാരങ്ങളും ഒന്ന് എഴുതി വെക്കണം നമ്മൾ പറയവരോട്. അതായത് ഹോം അസൈൻമെന്റിൽ ആദ്യം ചെയ്യുന്ന ഇന്റർവെൻഷൻ പ്ലാൻ എന്താണ്, അവരെ നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നു. ആ വീട്ടിലേക്ക് പറഞ്ഞ ശേഷം എന്താണ് അവർ സ്വയം ഒരു ലെറ്റർ എഴുതാൻ പറയുന്നു. ഞാൻ എനിക്ക് തന്നെ ലെറ്റർ എഴുതാം. ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ഭർത്താവിനോട് ഈ എൻ്റെ കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ പറയാത്തത് കൊണ്ട് എനിക്ക് എന്ത് ഇമോഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് അവർ ലെറ്റർ എഴുതിക്കുക. അതേപോലെ പാർട്ട്ണറെ കൊണ്ട് എഴുതിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ സമയത്താണ് വേണമെങ്കിൽ എന്താണ് നമുക്ക് ഇവരെ കൊണ്ട് ഒരു ടൂൾസ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ് രണ്ടാളെയും എന്താണ് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് എന്താണ് അവർക്കൊരു ടാസ്ക് കൊടുക്കും, അസൈൻമെന്റ് കൊടുത്തതുപോലെ അടുത്തൊരു ടാസ്ക് അവർക്ക് കൊടുക്കാം. എന്താണ് 10 മിനിറ്റ് എന്താണ് ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് കേൾക്കാൻ 10 മിനിറ്റ് കേട്ടുകൊണ്ടിരിക്കുക. അതേപോലെ ഭാര്യയ്ക്ക് എന്താണ് ഭർത്താവിനോട് പറയാനുള്ളത് അത് അതിന്റെ ഇടയ്ക്ക് എന്താണ് റെസ്പോൺസ് പാടില്ല, കേൾവിക്കാരനാവുക എന്നുള്ളത് മാത്രമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ മാത്രമേ എന്താണ് ഈ ഒരു തെറാപ്പി അവർക്ക് എന്താണ് ഒരു ആശ്വാസം, മനസ്സിനും ആശ്വാസം കിട്ടും. അതേപോലെ തന്നെയാണ് പ്രശ്ന പരിഹാരങ്ങൾ അവർക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. അതേപോലെ തന്നെ ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് ലെവൽ ഇവർക്ക് കൂടും എന്നുള്ള രീതിയിൽ അവർക്ക് ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ചേഞ്ച് ദ മെക്കാനിസം. ഇനിയിപ്പോ ചേഞ്ച് മെക്കാനിസത്തിലേക്ക് വരുമ്പോൾ സമയം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചേഞ്ച് മെക്കാനിസത്തിൽ വരുന്നത്. അപ്പൊ എന്താണ് ഈ അടിപിടിയൊക്കെ കൂടി രണ്ട് വീട്ടിലായിരിക്കും.
ഇപ്പൊ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് എന്താണ് ചിലപ്പോ ഭാര്യന്റെ വീട്ടുകാർ ചിലപ്പോൾ അവരെ കൂട്ടുകാരെ കൂടും, ഭർത്താവിന്റെ വീട്ടുകാർ ആരെ ഫ്രണ്ടിന്റെ കൂടെയൊക്കെ വരും. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് കൺഫേസ് ഉറപ്പിക്കുക, ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണോ, അതിന് ശേഷം എന്താണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള പ്രയാസങ്ങൾ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്, ഏത് രീതിയിലാണ് രണ്ടുപേരും നിങ്ങളുടെ ലൈഫിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഒരു ചേഞ്ച് മെക്കാനിസം. അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് മാറ്റുക? കാരണം നിലവിൽ അവർക്ക് സ്വയമായിട്ട് ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ നിന്നാണ് വന്നൊന്നും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ അറിയില്ല. അപ്പൊ എന്താണ് അവരോട് ചോദിക്കുക, നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ഒരു പ്രശ്നത്തെ ഒരു മാറ്റി നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം തെറാപ്പി ഔട്ട്കം എന്ന് പറയുന്നത് റിസൾട്ട് ആണ്, ഒരു ടെർമിനേഷൻ. ഫൈനലി എന്താണ് അവർക്ക് ആവശ്യമുള്ള ആ ഒരു നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോവുക, എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്, വൈകാരികമായ ഇമോഷൻ റെഗുലേഷൻസ് മാറ്റി കൊടുക്കണം, അവരുടെ പ്രയാസങ്ങൾ കണ്ടെത്തണം, ക്ലയന്റിന്റെ വ്യക്തിപരമായിട്ട് സ്വഭാവങ്ങൾ കണ്ടെത്തുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഈ NPD പോലുള്ള കേസുകൾ വന്നിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. പല ഫാമിലി കേസുകൾ എന്താണ് ഭാര്യയൊന്നും അനുഭവിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഭർത്താവിന് മറ്റു തരത്തിലുള്ള റിലേഷൻഷിപ്പിലെ പ്രയാസങ്ങൾ വരും. ഇതൊക്കെ എന്താണ് നമുക്ക് എന്താണ് വ്യക്തിപരമായ കൗൺസിലിംഗ് കൂടെ നടത്തുന്നത് നമുക്ക് കഴിയും. പക്ഷെ ആദ്യത്തെ സെഷൻ എന്താണ് രണ്ടുപേര് ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഈ ഒരു മോഡൽ ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ. ഇനിയിപ്പോ ഇതിൽ IBCT ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ടൂൾസുകളാണല്ലോ പ്രധാനം. എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് ടൂൾസ്, ഏതൊക്കെ ടൂൾസുകളാണുള്ളത്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്ത്? ഇതിൽ ഏറ്റവും വലുത് ഇന്റർഗ്രേഷൻ ഓഫ് ചേഞ്ച് ആൻഡ് അക്സെപ്റ്റ് എന്നാണ്. ഈ രണ്ടുപേരെയും ഒന്നാക്കി ചേർക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം. കാരണം എന്താണ്, ഇത് രണ്ടാക്കി ഒന്നാക്കുക എന്നുള്ളത് ഏതൊരു ക്ലയന്റ് വന്നാലും അവരെ ലൈഫിൽ പിന്നെന്താണ് ഒന്നാക്കുക മീൻസ് അവരെ രണ്ടാളെയും പഴയതുപോലെ ഹാപ്പിനെസ് ആക്കി വിടുക, അതൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഓവറായിട്ട് എന്താണ് ഈ കേസിൽ തന്നെ നമ്മളെ തലയിട്ട് കൊടുത്തതാവരുത്. നമുക്ക് അവരോട് ക്ലയന്റിനോട് പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളെ ഒന്നാക്കുക എന്നുള്ള ലക്ഷ്യത്തിലപ്പുറം എന്താണ് ഞങ്ങൾക്ക് ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ രണ്ടാളെ പ്രശ്നങ്ങൾ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം നിങ്ങളാണ് ഒന്നാക്കേണ്ടത്. ആ റോള് മാത്രമാണ് എനിക്കുള്ളത്. ആ ഒരു തെറാപ്പി മോഡൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അവരോട് പറയണം, ഇന്ന രീതിയിലാണ് ഈ ഒരു തെറാപ്പി സെഷൻ പോകുന്നത്, പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റാത്തതോ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ സൊല്യൂഷൻ കണ്ടെത്തതും മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതും ഒക്കെ നിങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ലൊരു ഗോൾ. ഇവർക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് ഉണ്ടാക്കി. പിന്നെന്താണ് ഈ ഒരു ഫാമിലി കേസുകൾ, അല്ലാതെ ഈ ഒരു കപ്പിൾസുമായിട്ട് വന്ന അവർക്ക് എത്രത്തോളം അറ്റൻഷൻ ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. കാരണം ഒരു ഭർത്താവിന് വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പല പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും, നേരത്തെ പറഞ്ഞൊരു കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആ ഭാര്യ ഇങ്ങനെ നിരന്തരമായിട്ട് ഇയാളെ ഇറിറ്റേറ്റ് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ആഴ്ചയിൽ ഒരു പലതരത്തിൽ എന്താണ് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ഇവരെ ശല്യം സഹിക്കാൻ പറ്റാതെ അടുത്ത വീട്ടിലൊക്കെ, അതായത് ഫ്രണ്ട്സിന്റെ വീടൊക്കെ താമസിക്കുക. പിന്നെ ശരിക്കും ഇയാളെ പ്രയാസം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി അല്ല അവരുടെ ഭാര്യയുടെ എന്താണ് ആക്ച്വലി അയാളെ വൈകാരികമായ പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരിക്കൽ പോലും അയാൾ ചോദിച്ചിട്ടില്ല, ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഇയാള് ഞാൻ കാരണമാണ് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് വൽക്കാലം ഇങ്ങനെ അകന്ന് പോവുക എന്നുള്ളത്. പിന്നെ കുറച്ച് തന്നെ അയാളെ ചിന്തയിൽ തന്നെ വന്നു പറഞ്ഞു എന്താണ്, എന്റെ ചിന്തകളൊന്നും ശരിയായിരുന്നു, കാരണം എന്നെ അവൾക്ക് പറ്റില്ല, അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഡൈവോഴ്സ് ആയിട്ട് വന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ലൈഫിലേക്ക് അവർക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്? എവിടെയാണ് പ്രശ്നങ്ങൾ? കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഒരു 5-6 വർഷമൊക്കെ ആള് ഓക്കെ ആയി കുഴപ്പമില്ലായിരുന്നു, 1-2 കുട്ടികളായതിനു ശേഷം അവിടെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായി നോർമൽ, എല്ലാ ഫാമിലിയും സാമ്പത്തികമായിട്ട് എന്താണ് വളരെയധികം കുട്ടികളെ പഠനം നോക്കണം, മറ്റൊരു വയസ്സായ അച്ഛനമ്മ അവരെ കാര്യങ്ങൾ നോക്കണം. ഇപ്പൊ ഫാമിലി മൂത്ത കുട്ടിയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അയാൾക്കുണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് അവരെ വൈഫിനും ഉണ്ടാവും. അപ്പൊ ഇവർക്ക് രണ്ടിടയിൽ ഈ ഒരു ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ഇവർ തമ്മിൽ സ്നേഹിക്കാൻ കുറച്ചു കാലം മറന്നു പോയി കാണും, അല്ലെങ്കിൽ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും മനസ്സിലായി. അറ്റ്ലീസ്റ്റ് എന്താണ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ, അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് കിടക്കുന്ന സമയത്തെങ്കിലും പോയി പകലൊക്കെ അടിക്ക് കുടിക്കോട്ടെ, ആ കിടപ്പറയിൽ നമ്മളെ ബെഡ്റൂമിൽ എത്തുമ്പോൾ അന്ന് നടന്നിട്ട് എല്ലാ പ്രയാസങ്ങളും മറന്നിട്ടായിരിക്കണം നമ്മൾ രണ്ടുപേരും കിടന്നുറങ്ങിയത്. പൊതുവെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. കാരണം നമ്മൾ പ്രശ്നങ്ങൾ പകലൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ അടിയായിക്കോട്ടെ, രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ സമാധാനം പോയി രണ്ടുപേരും ആ ഒരു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എത്തിക്കണം. എന്നാൽ പിന്നെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കും.
അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഈ രണ്ടുപേരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരെ രണ്ടാളെ ഒന്നിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിൽ അവരെ സ്വഭാവത്തിൽ നമ്മൾ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം, പിന്നെ മാറ്റി കൊടുക്കണം. കാരണം സ്വഭാവത്തിൽ ഈ പ്രശ്നം ഉള്ളത് കൊണ്ടാണല്ലോ കുടുംബത്തിൽ അടി ഉണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും രണ്ടാളെ സ്വഭാവത്തിൽ നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് ഏതൊരു സിറ്റുവേഷനിലും അവർക്ക് വൈകാരികമായിട്ടുള്ള ഈ ഒരു അക്സെപ്റ്റൻസ്, എന്ത് സങ്കടമാണെങ്കിലും രണ്ടുപേര് ഒരുമിച്ചിരുന്നിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടാളെ ഒരേ ചിന്തഗതി, ഇത് നമ്മുടെ കുടുംബത്തിൽ വന്ന പ്രശ്നങ്ങളാണ്, എനിക്ക് മാത്രമുള്ളതായിട്ടുള്ളതല്ല എന്നുള്ള ചിന്താഗതി അവിടെ പാടില്ല. രണ്ടുപേരെയും എന്ത് പ്രശ്നം രണ്ടാളും ഒരുമിച്ചിരുന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്താണ് അവർ കൗൺസിലിംഗ് സെഷനിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഇനിയിപ്പോ അതേപോലെ തന്നെ എന്താണ് ഇമോഷണലി ഫോക്കസ് വർക്ക് എന്ന് പറയും. വൈകാരികമായിട്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പലർക്കും ഈ ഒരു ഹൃദയത്തിന് ഹൃദയസ്തംഭനം പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ എപ്പോഴും പേടിയായിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ തന്നെ നമ്മളെ ഈ ഒരു അക്കാദമിയിൽ ഒരു കേസ് വന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കേസ് അറ്റൻഡ് ചെയ്ത വർഷ മാമിനോട് ഷെയർ ചെയ്തു ഒരു കേസിൽ. കാരണം ആ ഒരു ക്ലയന്റ് MPD ആണ്. അയാള് നിരന്തരമായി 13-14 വർഷം ഈ ഒരു ആളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർക്ക് എന്താണ് ഇപ്പോ അവര് പറയുന്നത് ഡൈവോഴ്സിന് ഒരു വട്ടം കൊടുത്തു. അപ്പോ ആ ഡൈവോഴ്സ് കൊടുത്ത സമയത്ത് അയാൾ സംസാരിച്ച് ഈ ഹസ്ബൻഡ് പറയും ഞാൻ അവളെ വെറുതെ വിടില്ല. കാരണം എന്താണ് ഞാൻ അവൾക്ക് ഡൈവോഴ്സ് കൊടുത്താൽ ഞാൻ തോറ്റുപോയവനെ പോലെ ആവും എന്നുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഡയറക്റ്റ് അയാൾ പിന്നെ അതേപോലെ ഇയാൾക്ക് പബ്ലിക്കായിട്ട് കുറച്ചൊരു പിന്നെന്താണ് ഒരു പദവി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താണ് ഇവർക്ക് എവിടെയും പോയി രക്ഷപ്പെടാനുള്ളത്. എന്നിൽ പോലും എന്താണ് ഇവർക്കത് ഉറച്ച തീരുമാനം എടുക്കാൻ പോകില്ല. ഞാൻ പെട്ടുപോയി എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആ പെൺകുട്ടിക്കുള്ളത്. കാരണം 13-14 വർഷം ഒരേ രീതി സഹിക്കാൻ, അടിയും പിടിയും കൊല്ലാന്നൊക്കെ. പിന്നെ എന്താണ് അവര് പറയുന്നുണ്ട് ആ കേസിൽ അവർ പറഞ്ഞെന്താണ് എന്നെ പിന്നെ നമ്മുടെ സാധാരണ ഈ ഒരു വയറില്ലേ മറ്റേ ഇലക്ട്രിക്കൽ വയർ കെട്ടിയിട്ട് പിന്നെ ഈ ഒരു അവര് നീ സ്വയം പിന്നെ ആത്മഹത്യ ചെയ്തോ പറഞ്ഞിട്ടൊക്കെ വയറൊക്കെ കാര്യത്തിൽ കെട്ടിക്കൊടുത്തു. അത്രയും പല കേസിലും ആളുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്താണ് ഇമോഷൻസ് എന്താണ്, സ്വന്തം പാർട്ണർ ഇമോഷൻസ് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്താ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് ഓപ്പൺ ആയിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ പിന്നെ പലവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ പറയണമോ ആരോടെങ്കിലും ഷെയർ ചെയ്യാം. എങ്കിൽ എന്തിനാണ് ഇങ്ങനെ അനുഭവിക്കുന്നത്? കാരണം അനുഭവിക്കാതെ അതിങ്ങനെ നമ്മൾ എന്താണ് ശരിയാവും 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 കാലക്രമേണ പോകുമ്പോൾ എന്താണ് അത് കൂടുതലല്ലാണ്ട് ഒരിക്കലും നമുക്ക് എന്താ അത് ശരിയായി കിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുക, അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ അറിയിക്കുക. അല്ലെങ്കിൽ എന്താ ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളാണ് രണ്ടുപേരും ഇരുന്ന് ഭാര്യയും ഭർത്താവും ഇരുന്ന് സംസാരിക്കുക. ഇതൊരു ഇമോഷണൽ ഫോക്കസ് വർക്കാണ്. എന്താണ് അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞിട്ട് രണ്ടുപേരും ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അവരെ എത്തിക്കണം. ഇനിയിപ്പോ യൂണിഫൈഡ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ടൂൾസ് ആണ്. നമ്മൾ സംസാരിച്ചത് അത് പെട്ടിട്ടുണ്ട്. പിന്നെ അത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രശ്നം എന്റേത് മാത്രമല്ല രണ്ടാളത് കൂടിയാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരണം. കാരണം ദമ്പതികൾക്ക് തങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാജയമല്ല. അത് എന്താണ് നമ്മൾ കാരണം ഏതെങ്കിലും പലതരത്തിൽ നമ്മുടെ ലൈഫിലേക്ക് എത്തിപ്പെട്ട ഒരു പാറ്റേൺ പോലെ വന്നെത്തിയതാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ കാരണമില്ല. അത് എന്തുകൊണ്ടാണ് ലൈഫിൽ വന്നിട്ടുള്ളത്, അത് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത്, അത് നമുക്ക് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്നത് എന്താണ് ആ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറയണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടൂൾസ് ആണ്. ഇപ്പോ ഈ അടുത്ത കാലത്ത് മറ്റൊരു കേസ് ഞാൻ പറയാം നിങ്ങളോട്. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഭാര്യയും ഭർത്താവും കുറെ കാലം നല്ല കുഴപ്പമില്ല. അന്ന് ഭർത്താവിന് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ വന്നു. പിന്നെ അയാൾക്ക് എന്താണ് അടുത്ത ജില്ലയിലേക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അപ്പൊ അവിടെ താമസമൊക്കെ ആയി. അപ്പോ ഈ രണ്ട് കുട്ടികളും ഇപ്പൊ രണ്ടുപേരും എന്താണ് മുമ്പ് ജീവിച്ച വളരെ ഹാപ്പി ആയിരുന്നു. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ഭർത്താവ് ഹെൽപ്പ് ചെയ്യുന്നു. അന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ ട്രാൻസ്ഫർ ആയപ്പോൾ വീട്ടിലത്തെ കുട്ടികളെ നോക്കണം, വൈഫിന് ജോലിക്ക് പോകണം, വീട്ടിലെ സാധനങ്ങൾ വാങ്ങണം, അങ്ങനെ പല പ്രശ്നങ്ങളും വരെ ലൈഫിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഈ വൈഫിന് തോന്നി ഇയാൾ മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ടുള്ളതാണ്. കാരണം മുമ്പ് ചെയ്തിട്ടുള്ള ഇയാളെ നന്മകളും ഒക്കെ ഒന്നും പെട്ടെന്ന് ഇവള് ഓർക്കുന്നില്ല. കാരണം പെട്ടെന്ന് ഈ കുട്ടികളെ നോക്കാൻ ഇയാൾക്ക് ഒരു സ്ട്രഗിൾ പോലെ വന്നു. ജോലിക്ക് പോകാൻ പറ്റി രാവിലെ ഒന്നും സമയം തികയുന്നില്ല. വൈകിട്ട് വന്ന ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. മുമ്പ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വി ആർ ദിസ് ടുഗദർ എന്ന് പറയുന്ന പോലെ മുമ്പ് ഒരുമിച്ചായിരുന്നു. അപ്പൊ എന്താണ് പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ള ആ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാതെ പല ഫാമിലിയിൽ എന്താണ് സിറ്റുവേഷൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ വന്നിട്ടുള്ളത്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ രണ്ടുപേരും ഒരുമിച്ച് മനസ്സിലാക്കുക കൂടെ എന്നിട്ട്. കാരണം പ്രശ്നം എവിടെ നിന്നാണോ, നല്ല ഹാപ്പിനെസ് ആണെങ്കിൽ സങ്കടമാണെങ്കിലും ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത്. അപ്പോ അതേപോലെ തന്നെയാണ് ഈ ഒരു പിന്നെ പ്രധാനമായും മറ്റൊരു ഇതിൽ ബിഹേവിയർ ചേഞ്ച്.
രണ്ടുപേരും ബിഹേവിയർ ചേഞ്ചസിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ആ മാറ്റങ്ങൾ ബിഹേവിയർ ചേഞ്ചസിൽ പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ ഒരു പ്രശ്നം മുമ്പ് അടുത്ത സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സ്റ്റേഷനോ അല്ലെങ്കിൽ അടുത്തൊരു കുറച്ച് മാസങ്ങൾക്ക് വീണ്ടും വന്നാൽ ആ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് ഒന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോം സൊല്യൂഷൻ എന്താണ്, അതായത് പിന്നെന്താണ് അവർ ബുദ്ധിപരമായിട്ട് ഈ ഒരു പ്രശ്നത്തിലേക്ക് അവർ രണ്ടുപേരെയും ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫിന് ഈ ഒരു പ്രശ്നങ്ങൾ എന്നും ഇങ്ങനെ നിരന്തരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ആര് കാരണങ്ങളാണ് വരുന്നത്, ആ പ്രശ്നത്തെ ആ വരുന്ന വഴിയെന്നെന്താണ് അവർക്ക് മനസ്സിലാക്കാനുള്ള, അവർക്ക് സ്വയം മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ബിഹേവിയർ ചേഞ്ചസ് പ്രധാനം. അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് വാങ്ങിക്കൊടുക്കുക. രണ്ടുപേരും അങ്ങ് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാനുള്ള രീതി പറഞ്ഞു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇമോഷണൽ ആയിട്ട് എന്താണ് അവർക്ക് എപ്പോഴും ഈ ഒരു പാർട്ട്ണർ പലതരത്തിൽ ഇമോഷൻസ് ഉണ്ടാവും. അതേ പീരീഡ് ഉള്ള സമയത്ത് പിന്നെ ലേഡീസിന് പല ബുദ്ധിമുട്ടുണ്ടാവും. അന്നപ്പോ എന്താണ് ഭർത്താവിനോട് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയാസ് ഉണ്ടാവില്ല. മാസത്തിൽ 7 ദിവസം അല്ല 6 ദിവസം ഇങ്ങനെ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നോർമൽ ആയിട്ട് ഇങ്ങനെ പോകുന്നതല്ലേ. പക്ഷെ ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, എനിക്ക് ഉണ്ടാകുന്ന സാഡും ആഗ്രഷനും അത് ആങ്കറും ഒക്കെ എന്താണ് ഭർത്താവിനോട് പറയുക, എനിക്ക് ഈ ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഉണ്ടാവും. അതെന്താണ് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം. മുമ്പ് ഒരു സമയത്ത് എൻ്റെ ഒരു ലൈഫിലേക്ക് ഞാൻ പറയാം. എനിക്ക് തുടക്കത്തിൽ നമുക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ പറഞ്ഞതുപോലെ പിന്നെ ഇതാവുന്ന ആ സമയത്ത് എന്താണ്, ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞാൽ അവൾ എന്നോട് ഭയങ്കരമായിട്ട്, എന്നോട് ഒരിക്കലും അങ്ങനെ സംസാരിക്കാത്ത ഒരാള് എന്നോട് ഭയങ്കര രീതിയിൽ എന്നോട് ചൂടായി, എന്തോ ചെറിയൊരു കാര്യത്തിന് വേണ്ടി. അപ്പോ പിന്നീട് ഒരു 2-3 ദിവസം കഴിഞ്ഞ ശേഷം എന്നോട് ചോദിച്ചു, പിന്നെന്താണ് എനിക്ക് പീരീഡാണ് എനിക്കറിയാം, പക്ഷേ എന്നോട് ചോദിച്ചു ആ സമയത്ത് എന്താണ് ഇങ്ങനെ പെരുമാറി, ഞാൻ ചോദിച്ച പറഞ്ഞു ആ സമയം ഈ സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക, അത് ഏകദേശം എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, അതെന്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ സമയം നിന്റെ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് എന്താണ്, നീ എന്നോട് തുറന്ന് പറയാം. കാരണം എന്താണ്, ഞാൻ ചിലപ്പോ ഏതെങ്കിലും രീതിയിൽ നിന്നോട് ചൂടാകുമ്പോ ചിലപ്പോ അതിനെപ്പറ്റി കാരണക്കാരൻ നീ ആയിരിക്കില്ല, ഞാൻ തന്നെ കാരണക്കാരൻ. അപ്പൊ അതിനെതിരെ നമ്മൾ റെസ്പോൺസ്, നീ ഇത്രയും ഷൗട്ട് ചെയ്യുമ്പോൾ പ്രതികരിക്കുമ്പോൾ എന്താ ഞാൻ മറ്റു രീതിയിൽ ചിന്തകൾ പോകും. അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷൻ, മാസത്തിൽ വരുന്ന ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന മാനസികമായ ഇമോഷൻസ്, ഏത് ഇമോഷനാണ്, സ്വന്തം കൂടെ ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആളുകളെ എന്താണ് നമ്മളെ കുട്ടികളെ, എനിക്ക് ഈ കുട്ടികൾ ചൂടാകുന്ന സമയത്തൊക്കെ നമ്മൾ പറയും ഇങ്ങനെയൊക്കെ, ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ എന്താണ് അതിനനുസരിച്ച് നമ്മൾ അവരെ കൂടുതലായിട്ടൊന്ന് മനസ്സിലായി ഇമോഷൻസ് എന്താ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു സ്യൂട്ട് ഔട്ട് ഫോർ കപ്പിൾസ് അവരെ ഡീപ്പായിട്ട് എന്താണ് രണ്ടുപേര് സ്നേഹിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും ഡീപ്പായിട്ട് നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ഞാൻ കൊടുക്കാറുണ്ട്. അതായത് മെഡിറ്റേഷൻ മീൻസ് എന്താണ്, ഒരു സെഷനിൽ തന്നെ അവരോട് പറയും ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ തരാം. ആദ്യം തന്നെ അതിൽ അവരോട് പറയും നിങ്ങൾ 2 കണ്ണടയ്ക്കാം. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളിട്ടോ. ജസ്റ്റ് ഒന്ന് രണ്ടുപേരും 2 കണ്ണടയ്ക്കാൻ പറയും. എന്നിട്ട് പറയും നിങ്ങളെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് പോവാൻ പറയും. ആ കുട്ടിക്കാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു, അതിനുശേഷം നിങ്ങൾ അച്ഛനും അമ്മയും നിങ്ങൾ എങ്ങനെയാണ് വളർന്നു വന്നത്, ഏത് കോളേജിൽ പഠിച്ചു, നമ്മൾ അവരെ കണ്ണടിച്ച് ഓരോ ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. കഴിച്ച് നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്, അവർ പറയാനല്ല നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ ആദ്യത്തെ കാലത്ത് ജീവിതകാലം എങ്ങനെയായിരുന്നു, പിന്നെ ഈ ഒരു പ്രശ്നം വരെ എത്തുന്നത് വരെ എന്താണ് അവരെ മനോഹരമായിട്ട് അവരെ കൊണ്ട് ഒരു ഡീപ്പസ്റ്റ് ആയിട്ട് ഒരു മെഡിറ്റേഷൻ അവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ചിലപ്പോൾ രണ്ടുപേരും, ചിലപ്പോൾ ഒരാൾ കരയും, ചിലപ്പോൾ ഒന്ന് എണീച്ച് അങ്ങോട്ട് മാറി എഴുന്നേറ്റ് പോകും. കാരണം മുമ്പ് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സന്തോഷം ഉണ്ടാവും. ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടിയായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കൗൺസിലർ എടുത്ത് അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാനൊക്കെ അവർ എത്തിപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ ഒരു കൗൺസിലിംഗ് സെഷൻ ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ അവർക്ക് കൊടുക്കുക. അതിനുശേഷമായിരിക്കണം നമ്മൾ ഈ ഒരു തെറാപ്പി സെഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അവരെ ലൈഫിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ എന്താണ്, പ്രശ്നത്തിന്റെ പാറ്റേൺ നമ്മൾ തിരിച്ചറിയുക. അതായത് അവർക്ക് ബന്ധങ്ങൾ, അവർ റിലേഷൻഷിപ്പിൽ ആവർത്തിച്ചു വരുന്ന പ്രശ്നങ്ങൾ, എന്ത് കാര്യത്തിനാണ് സ്ഥിരമായിട്ട് അവർ അടി ഉണ്ടാക്കുന്നത്, അവർ തർക്കങ്ങൾ ഉണ്ടാക്കുന്നത്, സംസാരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അത് എങ്ങനെ ആരംഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കാരണം ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഇവര് ഭർത്താവും ഭാര്യ അല്ലാണ്ട് ഇതിന്റെ കൂടെ വേറെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാണോ, അച്ഛനമ്മന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ പ്രശ്നമാണോ, അല്ല ഭർത്താവിന്റെ വീട്ടിന്റെ പ്രശ്നമാണോ, ഇതൊക്കെ എന്താണ് നമ്മൾ ഐഡന്റിഫൈ കോൺഫ്ലിക്ട് പാറ്റേൺ എന്നുള്ള രീതിയിലാണ് വേണ്ടത്. നമ്മൾ വ്യക്തമായിട്ട് അതിൽ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇമോഷണൽ അവയർനെസ് നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാകുന്ന രീതിയിൽ, അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ, അല്ലെ സ്വന്തം പാർട്ട്ണർ മനസ്സിലാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറാൻ എന്താണ് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്.
കാരണം അവരെ പ്രകോപിക്കുന്ന രീതിയിൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ഭാര്യയുടെ ആ സിറ്റുവേഷൻ, ഞാൻ എന്തോ കാര്യം പറഞ്ഞു, അവൾ എന്താണ് റെസ്പോൺസ് ചെയ്ത് മോശമായിട്ട്. അപ്പൊ ആ മോശം നമുക്ക് എന്താണ്, നമ്മൾ ഈ ഒരു പ്രശ്നം എന്തെങ്കിലും ചെറിയൊരു റീസൺ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്തോ ഒരു പ്രശ്നം അവിടെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. പക്ഷെ എന്താണ്, നമുക്ക് ചോദിക്കുമ്പോ രീതി ഒരു മിതമായ രീതി. കാരണം നമുക്ക് ആ ഇമോഷൻസ്, ദേഷ്യം നമുക്ക് സ്പോട്ടിൽ വന്നിട്ടുള്ളത്. ആ ദേഷ്യം എന്താണ്, അവരോട് ഭാര്യനോട് പോയി പറയാണ്, ഇപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഒരേ ദേഷ്യം വരും. കാരണം നമ്മുടെ ആ സമയത്ത് മിതുവായിട്ട് എന്താണ്, ആള് ആ സമയത്ത് ഓക്കെ ആണ്, ചോദിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ. കാരണം നമുക്ക് എന്താണ് വൈകാരികമായിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ എന്താണ് നല്ല രീതിയിൽ എന്താണ് അവർക്ക് എന്താണ് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഈ ഒരു തെറാപ്പിസ്റ്റ് എന്നതിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ബിൽഡിംഗ് ടോളറൻസ് എന്ന് പറയുന്നതാണ് അവരെ ലൈഫിൽ ഇപ്പൊ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഏതൊക്കെ രീതിയിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ അവരെ ഈ ഒരു ക്ഷമ, ടോളറൻസ് എന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള കഴിവ്. ഏതൊരു സിറ്റുവേഷൻ ഒരുപാട് അങ്ങോട്ട് ക്ഷമിക്കണമെന്നല്ല, പക്ഷെങ്കിൽ എന്താണ്, തന്റെ പാർട്ട്ണറാണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അത് അയാൾ അങ്ങനെ മനഃപൂർവ്വമല്ല ചെയ്തിട്ട് അത് എനിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. ഞാൻ പുറത്തെ പറഞ്ഞു എന്താണ് കോൺഫ്ലിക്റ്റ് പാറ്റേൺ, എന്താണ് പ്രശ്നം നമ്മൾ തിരിച്ചറിയണല്ലോ. കാരണം ഇയാൾ മനഃപൂർവ്വമായിട്ട് ഈ ഭാര്യയെ ഉപദ്രവിക്കുക അല്ല ഭർത്താവിനെ ഉപദ്രവിക്കാനുള്ള ചിന്തയായി നടക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതൊന്നും നമുക്ക് നടക്കില്ല. കാരണം പ്രശ്നം എവിടെ നിന്നാണ് മനസ്സിലാക്കിയ നോർമൽ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് ഈ പറഞ്ഞ ടോളറൻസ്, ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും അത് ഒരേപോലെ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി രണ്ടുപേർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഇത് പ്രധാനമായിട്ടുള്ള പോയിന്റുകളാണ് ഈ ഒരു തെറാപ്പി ശ്രദ്ധിക്കാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ ഈ ഒരു പ്രൊസീജിയർ, ആദ്യത്തെ ഒരു പ്രൊസീജിയർ, ഒരു തെറാപ്പിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു മണിക്കൂറൊന്നും നമ്മൾ ഫാമിലി ഇഷ്യൂസ് ഒന്നും പൊതുവെ തീരൂല. പ്രശ്നങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ആദ്യത്തെ സെഷൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ വേണമെങ്കിൽ ഓരോ സെഷന് വേണ്ടിയിട്ട് ഒരു 12-26 ആഴ്ചകളിലായിട്ട് ഒരു 26-25 സെഷൻ, അത്രയ്ക്കും വേണ്ട. ഇതൊരു തെറാപ്പിന്റെ ഒരു ഫിസിക്കലി ആയിട്ടുള്ള കണക്കുകൾ പറഞ്ഞതാണ്. പക്ഷെ ഒരു 15-16 സെഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം, പിന്നെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരുകയാണെങ്കിൽ നമ്മൾ പറയുന്നൊക്കെ അവർ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്, ഒരു 15ഓളം നമുക്ക് ഈ ഒരു സെഷനിൽ നിർത്താം. പിന്നെ ഈ ഒരു സെഷൻ നടക്കുന്ന സമയത്ത് ഓരോന്നിനും ഓരോ സെഷനിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആദ്യത്തെ ഒരു സെഷൻ 1 മുതൽ സെഷനിൽ ഏറ്റവും കൂടുതൽ അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവർ തമ്മിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു, അവരെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, റിലേഷൻഷിപ്പിന്റെ ഹിസ്റ്ററി അവരോട് ചോദിക്കുന്നു, അവരെ തമ്മിലുള്ള സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, പിന്നെ പ്രസന്റിങ് പ്രോബ്ലം എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു പ്രസന്റിങ് പ്രോബ്ലം നമുക്ക് എന്താണ് ക്വസ്റ്റ്യനർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു ഇതിന് ടൂൾസ് ഉണ്ട്, ലാസ്റ്റിലേക്ക് പറയാം. അപ്പൊ ആ എന്താണ് അവരോട് ചോദിച്ചിട്ട് തന്നെ മറ്റുള്ള തെറാപ്പികളെ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളതല്ല എന്നാണ്. ആ കുറച്ച് പ്രശ്നം പ്രസന്റ് പ്രോബ്ലം കഴിഞ്ഞത് ആ പ്രശ്നം വന്നിരിക്കും, നമ്മളിൽ ഓരോ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നത്, എവിടെ നിന്ന് വന്നു, ആര് മുഖേന, ഈ ഒരു ഫാമിലിയിലുള്ള ഇവരെ ബോണ്ടിങ് എങ്ങനെയാണൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് അവരെ ഏറ്റവും കോർ കോൺഫ്ലിക്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ കുറെ പ്രശ്നങ്ങൾ അവർ പറയും, അത് ചെയ്തു, പഴയതുപോലെ അയാൾ എന്നോട് മിണ്ടിയിട്ടില്ലായിരുന്നു, എനിക്ക് അത് വാങ്ങി തന്നിട്ടില്ല, ചായ ലേശം മധുരം കൂടിപ്പോയി, അല്ലെങ്കിൽ കറിയിൽ എപ്പോഴും മനഃപൂർവ്വമായി ഉപ്പ് അവൾ കൂടുന്നു, ഇതൊക്കെ കുറെ നമുക്ക് കേൾക്കാം. പക്ഷെ ഇപ്പൊ നിരന്തരമായിട്ട് അടി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു ഒരു കോൺഫ്ലിക്ട് പ്രശ്നങ്ങൾ, അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു സെഷനിൽ വരുന്നത് 4 മുതൽ അടുത്ത സെഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു ഫീഡ്ബാക്ക് സെഷൻ ആണ്. അതായത് അവർക്ക് കേസ് ഫോർമുലേഷൻ, എന്തിനും നമ്മൾ MSc റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് പോലെ ഒരു കേസ് ഫോർമുലേഷൻ വന്നു, ഇവരെവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, എന്താണ് പ്രധാന പ്രശ്നങ്ങൾ, അവരെ സ്ട്രഗിൾസ്, ഇപ്പൊ നിലവിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, അത് വെച്ചിട്ട് എന്താണ് അവരെ ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സ്വീകരിച്ചിട്ടുണ്ടോ, മുമ്പ് സെഷനിലൊക്കെ പറഞ്ഞതുപോലെ ആ സെഷനിൽ അവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്, ഇതിനൊക്കെ പറ്റിയുള്ള ജസ്റ്റ് ഒരു അവയർനെസ് നമുക്ക് അവരോട് ചോദിക്കാം. അതാണ് ഫീഡ്ബാക്ക് സെഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് അടുത്ത 5 to 20 ഇതിലാണ് 5ാമത്തെ ഒരു സെഷനിലാണ് ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തുടങ്ങേണ്ടത്. അതിൽ എംപതറ്റിക്കൽ ആയിട്ട് പെരുമാറാൻ, നേരത്തെ പറഞ്ഞിട്ട ടൂൾസുകളൊക്കെ നമുക്ക് എംപതറ്റിക് ജോയിനിങ് എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾസ് നമ്മൾ ഇതിൽ ഉപയോഗിക്കണം. എന്താണ് യൂണിഫൈഡ് ഉള്ള അറ്റാച്ച്മെന്റ്, അതൊരു ടൂൾസ് ആണ്. ടോളറൻസ്, ക്ഷമിക്കാനുള്ള കഴിവുകൾ അവരെ ഇതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് ബിഹേവിയർ ചേഞ്ചസ്, നേരത്തെ പറഞ്ഞിട്ട് 4 ടൂൾസുകൾ ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകും. ഫൈനലി ആയിട്ട് ഒരു ടെർമിനേഷൻ ആണ്. എന്താണ് നമ്മൾ ആ കേസ് അവിടെ ക്ലോസ് ചെയ്യും. കേസ് ക്ലോസ് കഴിഞ്ഞാൽ പിന്നെ കുറെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ അങ്ങനെ പോകണമെന്നില്ല. ഒരു ഫാമിലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലോസ്, ആള് നന്നായി ഫൈനൽ ടെർമിനേഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ അവിടെ ഫോളോ അപ്പ് ഒന്നും വേണം നിർബന്ധമില്ല. വേണമെങ്കിൽ എന്താണ് അവരെ ചോദിക്കുക, നിങ്ങളുടെ ലൈഫ് ഇപ്പൊ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പക്ഷെ ഈ ഒരു ഫൈനൽ ടെർമിനേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാം.
നമ്മൾ കുറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, പക്ഷെ അവരത് വീട്ടിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ ഹോം അസൈൻമെന്റ് വീട്ടിൽ ചെയ്യുന്നത് പോലെ 10 മിനിറ്റ് വാരിക കേൾക്കാനും, നേരത്തെ പറഞ്ഞ ഒരു ലെറ്റർ എഴുതാനോ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും പറയാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വീണ്ടും ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെന്താണ്, ഫ്യൂച്ചറിൽ അവർക്ക് എന്താണ് ഇതേപോലെ പ്രശ്നങ്ങൾ വന്ന രണ്ടാളും ചോദിക്കണം നമ്മൾ കറക്റ്റ് ആയിട്ട്. ഫൈനലായിട്ട് ഈ ഒരു വിടുന്ന സമയത്ത് ഇതേ പ്രശ്നം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇനിയും അടി ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുക എന്നുള്ളത് അവരോട് ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ്, വേണമെങ്കിൽ ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള ശേഷം ഈ ഒരു കൗൺസിലേഷൻ രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു അവർക്ക് ലേഡി ജെൻസ് ഒരു മെഡിറ്റേഷൻ കാര്യങ്ങൾ അവർ വീട്ടിൽ നിരന്തരമായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എക്സസൈസും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഒരു ടൂൾസ് എന്ന് പറയുന്നത്. ഒരു സെഷനിൽ ഇങ്ങനെയാണ് പോകേണ്ടത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കുറച്ച് ടൂൾസുകൾ ഞാൻ പറയാം. ഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനർ ആണ്, അതായത് ഡയാഡിക് അഡ്ജസ്റ്റ്മെന്റ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അതിന്റെ ഒരു വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോ അതേപോലെ ദാസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നിലവിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്ന അവർക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണോ, അല്ലെങ്കിൽ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ, അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് രണ്ടുപേരും അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് രണ്ടുപേരും അവോയ്ഡൻസ് ഉള്ളത്, എങ്ങനെയാണ് രണ്ടുപേരും ഇപ്പം നിലവിൽ മാറി മാറി കിടക്കുക, രണ്ട് റൂമിലാണോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡയാഡിക് അഡ്ജസ്റ്റ്മെന്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോ അതേപോലെ കോൺഫ്ലിക്ട് പാറ്റേൺ ക്വസ്റ്റ്യൻ CPQ-ലൊക്കെ വരുന്ന സമയത്ത് എന്താണ് അവർക്ക് പിന്നെ ഇതിന്റെ മുകളിൽ തന്നെ മറ്റേ സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്, പിന്നെ അവരുടെ അഫക്ഷനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ വൈകാരികമായ ചിന്തകളൊക്കെ വരുന്നുണ്ട്. ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ്, രണ്ട് കോൺഫ്ലിക്റ്റിലും ഇതേ തന്നെയാണ് വരുന്നത്, പക്ഷെ രണ്ടും വേറെ വേറെ ആണെന്നുള്ളത്. പക്ഷെ ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏതോ ഒന്ന് ഉപയോഗിച്ചാൽ മതി, ഇതിൽ പറഞ്ഞ എല്ലാം ഉപയോഗിക്കണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ RSS ഉപയോഗിക്കാം, അതായത് ഇമോഷൻസ്, അവർക്ക് ഏതൊക്കെ രീതിയിലാണ് ഇമോഷൻസ് ഉള്ളത്. പലർക്കും സങ്കടങ്ങൾ കൂടുതലാവും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അതിനൊരു സ്കെയിലാണ്. അതിന് ഇത്ര സ്കോർ വെച്ചിട്ട് അവർക്ക് നിങ്ങളെ ഇമോഷൻസ് ഇത്രയാണ്, നിങ്ങൾക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. അവർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ മലയാളത്തിലേക്ക് ആക്കിയിട്ട് അവർക്ക് കൊടുത്താൽ മതി, നിങ്ങൾ തന്നെ ചെയ്താൽ. അല്ലാണ്ട് മറ്റുള്ള ആങ്സൈറ്റി ഡിപ്രഷൻ പോലെ കേസുകൾക്ക് നമ്മൾ തന്നെ പറഞ്ഞു അതൊന്നുമില്ല. കാരണം ഇമോഷൻസ് അവർ തന്നെ സ്വയം ഇത് വായിച്ചു നോക്കിയിട്ട് അവർ തന്നെ അതിൽ മാർക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഇതിൽ വീണ്ടും അത് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഇൻസിഡൻസ് കാര്യം അതിൽ പറയുന്നുണ്ട്. അതൊക്കെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് തന്നെ വായിച്ചിട്ട് നോക്കിയിട്ട് പറയുക. പിന്നെ അടുത്തതാണ് പാർട്ട്ണർ ഇന്റർവ്യൂ. അത് രണ്ടുപേരെയും എന്താണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി രണ്ടുപേരെയും സെഷൻ കഴിഞ്ഞ് രണ്ടുപേരെയും അങ്ങോട്ട് നമ്മുടെ മുമ്പ് വെച്ചിട്ട് തന്നെ ഒരു റോൾ പ്ലേ മോഡൽ വെച്ചിട്ട് രണ്ടുപേരും ഒരു ഇന്റർവ്യൂ നടത്തി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇനി എന്തെങ്കിലും നിങ്ങൾ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ മനസ്സിലുണ്ടോ, പുറത്ത് നമ്മളോട് പറയാത്തത് നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ രണ്ടുപേര് ഇപ്പൊ അവർ പറയുകയാണെങ്കിൽ നമ്മളൊന്നും ഇപ്പൊ തെറാപ്പിസ്റ്റ് ഒന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണം മാറി കൊടുക്കാം. അവർ സംസാരിച്ചിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് അവർക്ക് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ജനോഗ്രാം എക്സസൈസ് എന്ന് പറയുന്നത് ഇപ്പൊ അവരെ നിലവിലുള്ള ഫാമിലി ഡീറ്റെയിൽസ് ജനോഗ്രാം വരച്ചു കൊടുക്കുക എന്നല്ല, ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരെ ബിഹൈൻഡ് ആയി കിടക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ എന്താണ് നല്ലൊരു, നിങ്ങൾ തമ്മിൽ ഒരു ഫാമിലി എന്ന് ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല ഒരു ഫാമിലി എന്ന് പറഞ്ഞത്. അവരെ കൂടെ നിങ്ങൾ കുട്ടികൾ വേണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ വേണം, അല്ലെങ്കിൽ എന്താണ് മറ്റു തരത്തിലുള്ള ഭാര്യയുടെ വീട്ടുകാർ, ഒക്കെ അടങ്ങിയതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ ഈ കുടുംബത്തിനൊക്കെ നല്ല രീതിയിൽ ആളുകളെ നല്ല രീതിയിൽ അവരെ സ്നേഹിക്കാനും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ. ചില ആളുകൾക്ക് എന്താണ് ഭർത്താവിന്റെ വീട്ടുകാരെ ഇഷ്ടം ഉണ്ടാവില്ല, ഭാര്യന്റെ വീട്ടിൽ അങ്ങോട്ടും പോക്കും വരവൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, നല്ലൊരു ഫാമിലി ഡൈനാമിക് അവിടെ ഒരു ഉണ്ടാക്കി. ഇത് കാണുകയാണെങ്കിൽ നമുക്ക് എന്താണ് സൈക്കോ സെക്ഷൽ ആയിട്ട് ആ ഒരു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അൺകോൺഷ്യസ് മൈൻഡിന്റെ പാറ്റേൺ ഒക്കെ ഈ ഒരു ലാസ്റ്റിലേക്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർ അബോധ മനസ്സിനെ പറ്റിയുള്ള കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതേപോലെ ക്രിട്ടിക്കൽ ഇൻസിഡൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ജനാഗ്രം കൊടുക്കുന്ന സമയത്ത് ഫാമിലിയിൽ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യാന്നുള്ള പകരം എന്താണ്, അതെന്താണ് പ്രശ്നം, അത് ആരാണ് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഭർത്താവിനെ പറ്റി ഒരാൾ പറയാണ്, നിങ്ങൾക്ക് അയാൾക്ക് ഇപ്പോഴും മറ്റു തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻ കേൾക്കുന്നതിന് മുമ്പ് ഭർത്താവിനെ വിളിച്ച് ചീത്ത പറയുന്നതിന് പകരം ആ പറഞ്ഞിട്ടുള്ള ആൾക്ക് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ട്, ഇത് എവിഡൻസ് തെറാപ്പിയാണ്. IBCT എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ആണ്. എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ഫാമിലിയിൽ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇതിൽ ഏറ്റവും ഓവറോൾ കൺക്ലൂഷൻ, ഏറ്റവും ഫൈനലി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഏകദേശം നമ്മൾ ഈ പറഞ്ഞ ടൂൾസുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോ നമുക്ക് ഒരു ജസ്റ്റ് ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കേസിലേക്ക് വരാം. ആ കേസിൽ നമുക്ക് ഈ ഒരു തെറാപ്പി എങ്ങനെ ആപ്ലിക്കേഷനിലേക്ക് പോവാന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോ രണ്ടാള് ഒരു 13 വർഷമായിട്ട് എന്താണ്
കല്യാണം കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. അപ്പോ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളെ നോക്കുന്നതിലും, നേരത്തെ പറഞ്ഞ കുട്ടികളെ നോക്കുന്നതിലും എന്നെ കൊണ്ട് വയ്യ കുട്ടികളെ ഒറ്റയ്ക്ക് നോക്കാൻ, അങ്ങനത്തെ പല പ്രശ്നം. പിന്നെ അതേപോലെ അയാൾ ഒന്നിനും റെസ്പോൺസ് ഇല്ല, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വീട്ടില്, പിന്നെ ഡിസിഷൻ എടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഭാര്യയുടെ കുറെ പരാതി. ഭർത്താവ് പറയുന്നത് എന്താണ്, എനിക്ക് ഞാനായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അവളാണ് പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോ ഇതില് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ടൂൾസ് എന്താണ്, യൂണിഫൈഡ് ഡിറ്റാച്ച്മെന്റ് ആണ്. അവരുടെ പ്രശ്നങ്ങൾ, രണ്ടുപേരുടെ പ്രശ്നങ്ങൾ അത് ഒരാളാക്കി മാറ്റാൻ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് കഴിയണം. അവരെ ഒരു പ്രശ്നം, കാരണം ഇത് രണ്ടുപേരും കൂടെയുള്ള പ്രശ്നങ്ങൾ, ഒരാളെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. അപ്പൊ അയാൾക്ക് എന്താണ്, ഒരു ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ആണ്, ചെറുപ്പത്തിൽ ആ രീതിയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. പാരന്റ് അങ്ങനെയാണ്. കാരണം ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരാളെ മുമ്പിൽ നിന്ന് സംസാരിക്കാനോ എല്ലാത്തിനും ഭാര്യന്റെ ഹെൽപ്പ് വേണം, എല്ലാത്തിനും അച്ഛൻ്റെ അമ്മയുടെ ഹെൽപ്പ്. ആ ഒരു പേഴ്സണാലിറ്റി വളർന്നിട്ടുള്ള ഒരാളാകുമ്പോൾ ഇങ്ങനത്തെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്, അടുത്തൊരു എംപതറ്റിക് ജോയിനിങ് വളരെയധികം എന്താണ്, ഇവരെ ഡീപ്പായിട്ട് എന്താണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ, ഇമോഷൻസ് കാര്യങ്ങൾ നമ്മൾ പറയാൻ ഒരു അവസരം കൊടുക്കുക. എന്താണ് ഭാര്യക്കുള്ള ഇമോഷൻസ്, സങ്കടമാണോ അല്ലെങ്കിൽ ഇയാളുടെ ദേഷ്യമാണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫീലിങ്സ് ആണോ, അത് പറയും. അതേപോലെ അയാളെ കൊണ്ടും എന്താണ് ഈ യൂണിഫൈഡ് ഡിറ്റാച്ച്മെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് അയാളെ വികാരങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് കൂടുതലാക്കുക, രണ്ടുപേരും ഓപ്പൺ ഒക്കെ സംസാരിപ്പിക്കുക എന്നുള്ളത്. പിന്നെന്താണ്, രണ്ടുപേരെയും ടോളറൻസ് എന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള, അതെ എന്തും കാര്യങ്ങൾ എന്താണ്, ഏതൊരു കാര്യം എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു അയാളെ പറ്റി ഒരു കാര്യം കേൾക്കുമ്പോൾ എന്താണ്, നോൺ ജഡ്ജ്മെന്റ് അല്ലാതെ ജഡ്ജ്മെന്റോട് കൂടി സംസാരിക്കാതെ അയാളത് പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് കൊണ്ടുവരിക. കാരണം പ്രശ്നം അവർ ശ്രമിക്കുക. പിന്നെ ഫൈനലി ആയിട്ട് ബിഹേവിയർ ചേഞ്ചസ് ആണ്. രണ്ടാളെന്താണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ മാറ്റി കൊടുക്കുക. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, പൊതുവെ സംസാരം കുറവാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എന്താണ്, കൂടുതലായിട്ട് കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ 10 മിനിറ്റ് ഡെയിലി നമ്മൾ ചെയ്തു കൊടുക്കുക. എന്താണ്, ഈ ഒരു കേസിൽ ദിവസം 10 മിനിറ്റ്, ഇന്ന് ഭാര്യയാണ് സംസാരിച്ചതെങ്കിൽ നാളെ ഭർത്താവ് സംസാരിക്കും, കേട്ട് കൊടുക്കുക എന്നുള്ളത്. എന്തും സംസാരിക്കുക, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. പിന്നെ എന്താണ്, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവരോട് ഈ ഒരു കൗൺസിലിംഗ് സെഷനിൽ നമുക്ക് ചോദിക്കുന്നത്, പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ വൈഫ് നിങ്ങളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഒരു ചിന്തയായിട്ട് വന്നിട്ടുള്ളത്, അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവർ നിങ്ങളോട് ഏത് രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്, പിന്നെ ആ സമയത്ത് നിങ്ങൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളത്. ഇത് കാരണം ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് എന്തായാലും ഒരു ഇമോഷൻസ്, ഫീലിങ്സ് ഉണ്ടാവും. ആ സമയത്ത് എന്താണ്, രണ്ടുപേരോട് ഇതേപോലെ ചോദ്യങ്ങൾ എന്താണ് നമ്മൾ മാറ്റി മാറ്റി ചോദിക്കണം. പിന്നെ അതേപോലെ എന്താണ്, സാധാരണയായിട്ട് നിങ്ങൾക്ക് എന്തൊരു നോർമൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊരു ഇമോഷൻസ് ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത്, അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. കാരണം ഒരു ഇമോഷൻസും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ്, ഒരു പാർട്ട്ണറാണ് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ അത് ചിലപ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം ഇയാൾക്ക് ഒരു രീതിയും പ്രകടിപ്പിക്കും, കരയുന്നില്ല, ചിരിക്കുന്നില്ല, ഇപ്പോൾ സൈലന്റ് ആയിട്ട് ഞാൻ വലിയ പ്രൗഢിയോട് നടക്കുന്ന ആളുകളെ കാണാം. അപ്പൊ ആ രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കാനുള്ളത്, എന്തൊക്കെ രീതിയിലാണ് ഇമോഷൻസ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് നമ്മളത് തിരിച്ചറിയാം. പിന്നെ എന്താണ്, അത് എങ്ങനെ പ്രകടിപ്പിക്കാനുള്ളത് വേണമെങ്കിൽ അവർക്കത് നമുക്ക് എന്താണ്, ഈ ഇമോഷൻ റെഗുലേഷൻ സ്കില്ല് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ പിന്നെ അവസാനം ഫൈനലി നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഏത് രൂപത്തിലുള്ള സ്വഭാവമാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പെരുമാറ്റത്തിന്റെ പിന്നിൽ എന്തെങ്കിലുമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ട് കാര്യം നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ. ഈ ഒരു പെരുമാറ്റം മീൻസ് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ബിഹൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മുമ്പ് ഇവർ എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്ന് മുതലാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ടുള്ളത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യണം. എന്നാൽ ഒരു തെറാപ്പി സെഷൻ വളരെ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് ഒരു IBCD ചെറിയൊരു ഓവറോൾ രൂപം ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? യെസ് സർ. ഓക്കെ അല്ലേ എല്ലാരും? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഞാൻ? ചോദിച്ചോളൂ. മെഡിറ്റേഷൻ കൊടുക്കണില്ല, അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ച് ഇരുത്തി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണോ ഇല്ല, ഉദ്ദേശിക്കുന്നത്? അല്ല മെഡിറ്റേഷൻ രണ്ടുപേരും ഒരുമിച്ച് വേണമെന്നില്ല. രണ്ടുപേരെയും ഞാൻ പറഞ്ഞത് നമ്മളെ മുമ്പിൽ ക്ലയന്റ് വരുന്ന സമയത്ത് രണ്ടുപേരും സെഷന് പ്രശ്നം കേൾക്കുന്ന സമയത്ത് രണ്ടാളെ ഒരുമിച്ച് ഇരുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കൊടുത്താൽ മതി. കാരണം ആ ഫീലിങ്സ് അവർക്ക് കിട്ടും. മെഡിറ്റേഷൻ സെപ്പറേറ്റ് തന്നെ കൊടുക്കണം. കാരണം
ഇയാൾ ചിലപ്പോൾ അടുത്തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഈ മെഡിറ്റേഷന്റെ ഫീലിങ്സ് ആ, മറ്റുള്ള yes. പാടിനെ കിട്ടിക്കോളണമെന്നില്ല. ഓക്കെ ഓക്കെ. മെഡിറ്റേഷൻ പല രണ്ടുപേരുടെയും രൂപത്തിലാക്കാട്ടോ. ഫീലിങ്സ് വേറെ വേറെ ആയിരിക്കുമല്ലോ. അതെ, വേറെ വേറെ അവരുടെ ആയിരിക്കും. അവര് അതെ ജീവിച്ച ജീവിതവും വേറെ വേറെ ആയിരിക്കുമല്ലോ. അപ്പൊ രണ്ടും അതെ കൺഫ്യൂസ് ചിലപ്പോ ആവാൻ നമ്മളെ പാടില്ല. അതെ കുട്ടിക്കാലത്തെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഹാപ്പിനെസ് ആയിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് സങ്കടമായിരിക്കും. അപ്പൊ ആ സങ്കടം പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കണ്ണടിച്ചപ്പോൾ അയാൾ കണ്ണിൽ ചിലപ്പോൾ കരച്ചിലൊക്കെ വരുന്ന ആ ഇമോഷൻസ് ചിലപ്പോൾ അവർ ചിലപ്പോൾ ആണുങ്ങളാണ് ചിലപ്പോൾ കരഞ്ഞില്ല എന്ന് വരും. അപ്പൊ ആ ഒരു സാഡ് ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യും, ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പൊ എന്താണ് രണ്ടുപേർക്കും എന്താണ് നമ്മൾ ആ ഇമോഷൻ കറക്റ്റ് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെഡിറ്റേഷൻ കൊടുക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. റിലാക്സേഷന് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് കൊടുക്കുന്നത്. പക്ഷെ അവരെ പ്രശ്നത്തിലേക്ക് അവർ മുമ്പ് കഴിഞ്ഞ ലൈഫിലേക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുകൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ ഫാമിലി കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ. സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞാല് പറഞ്ഞോളൂ. രണ്ടുപേരും മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം എന്നുള്ളതേ. അപ്പം അതെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവരെ നമ്മൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചിരുന്നിട്ടാണോ, രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോഴാണോ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? രണ്ടുപേരും അത് ചോദിക്കുക. നമുക്ക് മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടോന്ന് രണ്ടുപേരും ആദ്യം തന്നെ ചോദിക്കുക, രണ്ടുപേരോട് ഒരുമിച്ച് തന്നെ. ഇപ്പൊ രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ പിന്നീട് നോക്കിയാൽ മതി. പിന്നെ ഇങ്ങനത്തെ കേസുകൾ വേണമെങ്കിൽ രണ്ടുപേരും ഒരാൾക്ക് ഓക്കെ ആണ്, ഒരാൾക്ക് താല്പര്യമില്ല. അപ്പൊ ആണ് ഈ ഒരു IBCT ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ സർ, താങ്ക് യു. സാറേ ഒരു ഡൗട്ടോട് ചോദിച്ചോട്ടെ? ഈ IBCTയും അതുപോലെ തന്നെ BBCT സർ കേൾക്കാം? എങ്ങനെ മനസ്സിലായി IBCT ആൻഡ് BCT? അത് തമ്മിൽ ബിഹേവിയറും മറ്റേ ഇമോഷണലും ആയിട്ടുള്ള ആ ഡിഫറൻസിയേഷൻ ഒന്ന് ഒരു ചെറുതായിട്ടൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാമോ? ട്രഡീഷണലും IBCT നമ്മൾ പറയുന്നത് വൈകാരിക അതെ ട്രഡീഷണൽ ആയിട്ടാണ് നമുക്ക് ചിലപ്പോൾ ഈ ഒരു IBCT ഉപയോഗിക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം എന്താണ് ചിലപ്പോൾ ഇയാളുടെ ഫാമിലി ഓവറോൾ എന്താണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ജനോഗ്രാം വേണ്ടി വരും, പിന്നെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഈ ഒരു ഫാമിലി ബോണ്ടിങ് വേണ്ടി വരും. പിന്നെ പോലെ തന്നെ ഈ ഒരു ചുറ്റുപാട് ഈ രണ്ട് ഫാമിലി എല്ലാത്തരം ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു IBCTന്റെ പ്രോസസ്സിങ് നടക്കുക. അതേ സമയത്ത് ബിഹേവിയർ കപ്പിളത്തിന് മുമ്പ് രണ്ടുപേരെ മറ്റ് ഫാമിലീസിനൊന്നും ആവശ്യമില്ല. രണ്ടുപേരെയും ഏകദേശം അവരെ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കുക, അവരുടെ ലൈഫിൽ എന്താണ് വേണ്ടത് അത് മാത്രമാണ്. പക്ഷെങ്കിൽ അത് ഒരു പൂർണ്ണതയാവില്ല. കാരണം എന്താണ് ആ രണ്ടാളെ മാത്രം ശരിയാക്കിയാൽ ഒരു കുടുംബം നന്നാവും. ഇതിലേക്ക് ഒരു കംപ്ലീറ്റ് ആവണം എന്താണ് അവരെ ചുറ്റുപാടുള്ള ആളുകളെ ഒന്ന് സംസാരിച്ചിട്ട് അവരെ ഏതാ പ്രശ്നം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് എനിക്ക് അതാ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളത് IBCTയുടെ കുറേ ടൂൾസും കാര്യങ്ങളാണ്. ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന്. ഇതാണ് തമ്മിൽ രണ്ട് വ്യത്യാസം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഡൈവോഴ്സ് ഫൈനൽ നേരത്തെ ഒരാൾ ചോദിച്ചതുപോലെ ഡൈവോഴ്സ് ആണെന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് നമുക്ക് ഇനീഷ്യലായിട്ട് എന്താണ് കുറച്ച് പിന്നെ ഒരാൾ പറയുകയാണെങ്കിൽ അല്ല പിന്നെ ഈ ഡൈവോഴ്സിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ കേസുകൾ വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് രണ്ടാളെ കഥകൾ നമ്മൾ കേൾക്കുക. അവര് മുമ്പ് ഒരു കഥാപ്രസംഗം കേൾക്കുന്നത് പോലെ അവർ സ്റ്റോറി പറയുന്നത് പോലെ എന്താണ് പിന്നെ അതിൽ പ്രധാനമായിട്ടും വേർപിരിയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. പക്ഷെ മറ്റുള്ള കേസുകൾ നമുക്ക് എന്താണ് അവർ പറയുന്നത് നമ്മൾ ചോദിക്കാം നിങ്ങളെ നിലവിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഡൈവോഴ്സ് നിർബന്ധമാണ് പറഞ്ഞ് കാരണം വരുന്ന അവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ വേർപിരിയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ അവരെ ബന്ധത്തിലെ പോരായ്മകൾ എന്തൊക്കെയാണ് അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾക്ക് അത് എഴുതി വെക്കുക. എന്നിട്ട് അവരൊക്കെ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ പോരായ്മകൾ ബന്ധത്തിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വേർപിരിയാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾ ഇത് എടുത്തിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനമാണോ അല്ലെങ്കിൽ ആരുടെയും നിർബന്ധപ്രകാരം എടുത്തതാണോ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ രണ്ട് സിറ്റുവേഷൻ ഈ ഒരു പിന്നെ ഡൈവോഴ്സ് തീരുമാനിച്ച ആൾക്കാർ എന്താണ് അവർ മാക്സിമം എന്താണ് ആ സിറ്റുവേഷൻ രണ്ടാണ് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാം. കാരണം നിങ്ങൾ ഏകദേശം ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് എന്താണ് ഒരു വൈകാട്ടി എന്ന നിലയിൽ അവിടെ പ്രവർത്തിക്കുക. എന്നിട്ട് അവരെ പറയാം നിങ്ങൾ ഏതായാലും തീരുമാനിച്ചു പിരിയാന്നുള്ളത്. അപ്പൊ ഇതുവരെ നടന്ന നിങ്ങളെല്ലാ പ്രശ്നങ്ങളും പ്രയാസം രണ്ടുപേർക്കും ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചൂടെ എന്ന് നമുക്ക് ഒരു ഓപ്ഷൻസ് അവരെ കൊടുക്കാം. പിന്നെന്താണ് അപ്പൊ എന്താണ് ആ ഓപ്ഷൻസ് അവർക്ക് കൊടുക്കുമ്പോൾ അവർ വില്ലിങ് ആണെങ്കിൽ സംസാരിക്കാൻ വില്ലിങ് ആണെങ്കിൽ അവിടെ റിലേഷൻഷിപ്പിന് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം അവർക്ക് അവരുടെ മുമ്പിൽ ഉണ്ടാവും.
അതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. കാരണം ലൈഫിൽ മുമ്പ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓരോന്ന് നടന്നതും നല്ലതും ചീത്തയൊക്കെ എടുത്തു പറയാണ്. അപ്പൊ നല്ലത് ചീത്ത പറയുന്നേക്കാൾ കൂടുതൽ അവർക്ക് ഏറ്റവും ആ സമയത്ത് സന്തോഷിക്കാൻ തോന്നുക ആ നല്ല കാര്യങ്ങൾ പറയുമ്പോഴാണ്. രണ്ടുപേർക്കും എന്നെ കുറിച്ച് അയാൾ അത് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവൾ എന്നെ കുറിച്ച് ഇത് പറഞ്ഞല്ലോ, അത് എനിക്ക് സന്തോഷമായി. പക്ഷെ ആ സമയത്ത് ചീത്ത പറഞ്ഞത് കുറെയൊക്കെ അവർ മറന്നുപോകും, അല്ലെങ്കിൽ മോശമായിട്ട് നെഗറ്റീവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇത് വളരെ എന്താണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫൈനലി നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിട്ട് നിങ്ങൾ ഏതായാലും വേർപിരിയാൻ തീരുമാനിച്ച ആളുകളാണ്, അപ്പൊ ഒന്നുകൂടി നിങ്ങൾ കാര്യങ്ങൾ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ സമയങ്ങളൊന്നും പുറത്ത് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാ എന്നുള്ളത്. പിന്നെന്താണ് അവരെ ഈ ഒരു സമയത്ത് എന്താണ് ആ സമയത്ത് അവരെ കുറച്ച് മുമ്പ് ഇമോഷണൽ ഡിസ്റ്റൻസ് ഒരുപാട് ഉണ്ടാവും, ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റാം. അപ്പൊ ഇത് പറയുന്ന സമയത്ത് കുറച്ച് ആ ഡിസ്റ്റൻസ് ഒന്ന് അടുത്തടുത്ത് വരാനുള്ള സാധ്യത കൂടിയതുണ്ട്. കാരണം രണ്ടുപേരെയും ഒന്ന് മനസ്സിലാക്കിയില്ല, അവസാന നിമിഷത്തിലെങ്കിലും അവർ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബിഹേവിയർ ചേഞ്ചസും നമ്മൾ ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് ടൂൾസും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇതിൽ വരാം. സാർ അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ. Yes, ഇപ്പോ sir. ഹസ്ബൻഡ് വൈഫ് നമ്മളെ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അവര് ചിലപ്പം നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത പല വിഷയങ്ങളും പരാതികളും ഒരുമിച്ചിരുന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയും, അതേപോലെ തന്നെ വൈഫ് ഹസ്ബൻഡിനെ കുറിച്ച് കുറെ കുറ്റങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഇവര് മുന്നോട്ട് ഈ ഒരു കൗൺസിലിംഗ് സെഷൻ പോവാനുള്ള സാധ്യത കുറവും ഉണ്ടാവില്ല ചില സിറ്റുവേഷനിൽ. ഒരു അതെന്ത് നാർസിസ്റ്റിക് സിറ്റുവേഷൻ? പേഴ്സണാലിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലൊക്കെ. അതെ അതാ ഞാൻ പറഞ്ഞത്. ഈ ഒരു ഏത് കേസിൽ നമ്മൾ ഏതൊരു ഫാമിലി കേസുകൾ പൊതുവെ നമ്മൾ എന്താണ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് അത്യാവശ്യമായിരിക്കും. അതിപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ NPD ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവരെ വ്യക്തിപരമായിട്ട് എന്താണ് ഈ ഒരു ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം വ്യക്തിപരമായി 1 or 2 സെഷൻ, ഈ 26 സെഷനൊക്കെ എന്തിനാണ്? രണ്ടുപേരും ഒരുമിച്ചല്ല. ഈ 5ഉം 6ഉം സെഷനും ഓരോരുത്തർക്കും എന്താണ് ഓരോരുത്തരെ മാത്രം എത്തിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യുക. ഒരൊറ്റ സെഷന് പ്രശ്നം തീരുമില്ല, ഒരു 10 സെഷൻ പറഞ്ഞാലും പ്രശ്നം അവർ തീരൂല. എന്താണ് ഒരു 6 സെഷൻ എന്താണ് രണ്ടുപേരും സെപ്പറേറ്റ് ഓരോ ദിവസം അവർക്ക് വേണ്ടി ഫിക്സ് ചെയ്യുക, എന്നിട്ട് അവരെ വിളിച്ചു വരുത്തുക, എന്നോട് വരണം എന്ന് പറയുക, എന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ പറയാൻ പറയും. എന്നിട്ട് 10 കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ പറയരുത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഉറപ്പിക്കാം, ഇനി നിങ്ങൾ കുറേ ആയിട്ട് പ്രശ്നങ്ങൾ പറയണം, ഇനി പ്രശ്നങ്ങൾ വേണ്ട, നിങ്ങൾ മുന്നോട്ട് രണ്ടുപേരും ഉറപ്പിക്കാൻ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് എന്താണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. ഒറ്റ ആക്ടിവിറ്റീസ് അതേപോലെ ഹോം അസൈൻമെന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്ന സമയം എന്താണ് ആദ്യം ചിലപ്പോൾ നമ്മൾ പുഷ് ചെയ്യുക. ആ പുഷ് ചെയ്യുന്ന സമയത്ത് എന്താണ് രണ്ടുപേരെന്താ പിന്നെ അതേപോലെ ഭർത്താവ് പറഞ്ഞ കാര്യം ഭാര്യനോട് പറഞ്ഞാൽ അത് പറയരുത്. കാരണം എന്താണ് അവിടെ കുറച്ചുകൂടി പ്രശ്നങ്ങൾ വഷളാം. അവൾ അങ്ങനെ നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ പറ്റി അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് പറയരുത് ഒരിക്കലും. കാരണം പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളാവാൻ സാധ്യത ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കുക മറ്റേത്, കാരണം നമുക്ക് ഈ ഒരു പ്രശ്നം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നവുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും അയാൾ പറഞ്ഞതായിട്ടോ നിങ്ങൾക്ക് അനുഭവിച്ചതായിട്ടോ ഒരു ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അയാൾ പറയാത്ത രൂപത്തിൽ വേണമെങ്കിൽ ഈ ക്ലയന്റിനോട് ചോദിക്കാം. അപ്പൊ അയാൾക്ക് പറയാം അങ്ങനെ ഒരു മുമ്പ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അയാളുടെ സ്വഭാവ സമയത്ത് എന്നോട് ഇങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് അവർ പറയുകയാണെങ്കിൽ ഓക്കെ, അവരുടെ ലൈഫിൽ അത് നടന്നിട്ടുണ്ട്, ഉറപ്പ് തന്നെ അയാൾ പറഞ്ഞത് ഏകദേശം സത്യം തന്നെയാണ് എന്നുള്ളത്. അത് നമുക്ക് വേണേൽ ആ രീതിക്ക്, പക്ഷെ ഒരിക്കലും എന്താണ് ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ഫസ്റ്റ് സെക്ഷനിൽ ഇവർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ? ഓപ്പോസിറ്റ് ഇപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ ഇപ്പൊ ഭർത്താവിനെ കുറിച്ച് ഭാര്യ ഒരുപാട് കുറ്റങ്ങൾ പറയുമ്പോൾ പിന്നെ ആ വ്യക്തിന്റെ മനസ്സിൽ ആ ഒരു പിക്ചർ അവിടെ കിടക്കില്ലേ, അവൾ എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ള ആയിക്കോട്ടെ. കാരണം ഈ ഒരു നമ്മുടെ മുമ്പിൽ കൗൺസിലിംഗ് സെഷനിൽ വരുന്ന സമയത്ത് ഏകദേശം പിക്ചർ ഓലെ പറ്റി ഓർക്ക് തന്നെ ഉണ്ടാവുമല്ലോ, രണ്ടാളെ പറ്റിയിട്ടും. പിന്നെ ആ പറയുമ്പോഴാണ് പുതിയൊരു പിക്ചർ വരുന്നത്. അതൊന്നല്ല, കൗൺസിലേഷന് വരുന്ന സമയത്ത് അവരെന്ത് വേണം പറഞ്ഞോട്ടെ. ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ പ്രശ്നങ്ങൾ ഏകദേശം നമ്മൾ ഒരു മെമ്മറിയിൽ വെക്കുക, എന്നിട്ട് എടുത്തെടുത്തിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലായി പറഞ്ഞിട്ടുള്ളത്, അയാളെ ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെ അനുഭവങ്ങൾ നേടിയിട്ടുണ്ട്, ഏത് രീതിയിലാണ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, അത് ഓരോന്നും നമ്മുടെ ഈ പറഞ്ഞിട്ട് ഫസ്റ്റ് സെഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ക്ലയന്റിനോട് ചോദിക്കണം. അതാണ് പറഞ്ഞത്. ആ കൊടുക്കുന്ന സമയത്ത് എന്താണ് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞതാണ് നമുക്ക് വ്യക്തമായിട്ട് ഓർമ്മ വേണം, അതിനെ എഴുതി വെക്കണം, അത് വീണ്ടും റിപ്പീറ്റഡ് അവരെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ മുമ്പ് നോർമലായി ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, പക്ഷെ നമ്മൾ കൗൺസിലിംഗ് സെഷന് കഴിഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ പറഞ്ഞത് തന്നെ ഏകദേശം വലിയൊരു പിക്ചറായി വന്ന് വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു തെറാപ്പിന്റെ മാത്രമാണ് പറഞ്ഞിട്ടോ, മറ്റുള്ള കപ്പിൾ തെറാപ്പികളൊക്കെ ഉപയോഗിക്കുമ്പോൾ
എന്താണ് ഒരു ക്ലയന്റിന് ഒരു ഭാര്യയും ഭർത്താവും രണ്ടും ആദ്യ സെഷൻ രണ്ടും വേറെ വേറെ ഇരുത്തിട്ട് തന്നെ ആയിരിക്കുക. ഞാൻ ഈ ഒരു തെറാപ്പിന്റെ ഒരു പാറ്റേൺ മാത്രമാണ് പറഞ്ഞത്. ആദ്യ സെഷനിൽ രണ്ടുപേരും ഒരുമിച്ച് ഇരുത്തുക. അത് ഒരുപാട് പറയണമെന്നില്ല, കുറഞ്ഞ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിപ്പിച്ചിട്ട് എന്താണ് സെഷൻ അവസാനിപ്പിക്കുക. എന്നിട്ട് അടുത്ത സെഷനിലേക്ക് രണ്ടാൾക്കും വേറെ വേറെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. സർ, ഡിവോഴ്സ് തയ്യാറായിട്ട് നിൽക്കുന്ന ആള് ഒരു NPTയുടെ പാർട്ട്ണർ ആണെങ്കിൽ ആളെ നമുക്ക് കൗൺസിലിങ്ങിന് കിട്ടുന്നില്ല. അപ്പൊ അവര് ഡിവോഴ്സിൽ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ആൾക്ക് ഈ പാർട്ട്ണർക്ക് ആളെ കൺവിൻസ് ചെയ്യാനും പറ്റുന്നില്ല കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അയാള് പിന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ല ഈ പറഞ്ഞിട്ടുള്ള അയാൾ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെളിവ് വെച്ചിട്ട് ഒന്നുകിൽ നമ്മളെ അടുത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്താണ് ഈ കുടുംബത്തിൽ ആരെങ്കിലും ഇയാൾ NPT, അതായത് ആ വിക്ടിം ആരാന്ന് ഈ അനുഭവിച്ചിട്ട ആളായിരിക്കും. അപ്പൊ അയാൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അയാൾ അനുഭവിച്ചത് ഏതെങ്കിലും ഒരു റീസൺ ആയിട്ട് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ കുടുംബക്കാരെ നാട്ടുകാരെ ബോധിപ്പിക്കാന്ന രീതിയിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ NPT ഒക്കെ ഉള്ള ആളെന്താണ് ഒരിക്കലും പിന്നെന്താണ് ഡൈവോഴ്സിന് കൊടുക്കൂല, അവര് സമ്മതിക്കൂല. നേരത്തെ പറഞ്ഞ കേസ് കണ്ടില്ലേ, ഞാൻ അവളെ ഒരിക്കലും എന്താണ് പുറത്തേക്ക് വിടില്ല, അത് വിട്ട് കഴിഞ്ഞാൽ എന്താണ് ഞാൻ തോറ്റ പോലെ ആയിരിക്കും. കാരണം ഇവര് വീട്ടിൽ കാണിക്കുന്ന എന്താണ് ഒരു സ്വഭാവം പുറത്ത് കാണിക്കുന്നത് പറ്റില്ല. ഇവരെ കയ്യിലായിരിക്കും നാട്ടുകാർ മൊത്തം. വീട്ടിലെ പ്രയാസം ഒന്നും നാട്ടുകാരും കുടുംബക്കാരും അറിഞ്ഞു അതിന് വ്യക്തമായി തെളിവ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഇതുമല്ല, ഈ ഒരു ക്ലയന്റിന് പിന്നെ ഡൈവോഴ്സിന്റെ ഇതിനൊന്നും നമ്മൾ പറയണൊന്നും തയ്യാറല്ല. ഈ പറഞ്ഞ കാര്യം അവർ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ നമ്മൾ റിസ്ക് എടുത്ത് അവരെ ബാക്കിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വിളിച്ച് അങ്ങോട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അത് ഇത് ചെയ്യുന്ന പറയും. അവര് നമ്മളെടുത്ത് തേടി വരും. വിക്ടിം ആയിട്ടുള്ള NPT ആയിട്ടുള്ള വിക്ടിം ഉള്ള അനുഭവിക്കുന്ന ആള് നമ്മളെടുത്ത് തേടി വരുന്ന കൗൺസിലർ എന്ന നിലയിൽ അവർക്ക് അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, ആ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പിന്നെ വെറുതെ അവരെ ഫോളോ അപ്പ് നടത്തുക. ഓക്കെ സർ, താങ്ക് യു. കാരണം എവിഡൻസ് ആണ് ആ കേസിൽ വേണ്ടത്. കാരണം ആരെങ്കിലും ഒന്ന് വിശ്വസിക്കണം, ഇയാളെ പാർട്ട്ണറായിട്ട് അനുഭവിക്കുന്ന ആളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തെളിവ് വേണ്ടേ. അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വീട്ടിൽ ആണെങ്കിലും ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. അതും ഉണ്ടാവില്ല പല കേസുകളിലും. അതെ, പുറത്തുള്ളവർക്ക് ആള് നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിരിക്കും. ചിലപ്പോ പാർട്ട്ണറിന്റെ അടുത്തും കുട്ടികളുടെ അടുത്തും ആയിരിക്കും. അപ്പൊ കുട്ടികളിലേക്ക് ഇത് സ്പ്രെഡ് ആവുമ്പോഴായിരിക്കും ചിലപ്പോ ഇവര് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം. അതെ. അപ്പൊ ആ കുട്ടികൾ ചിലപ്പോ പറയാൻ ചിലപ്പോ തയ്യാറായിരിക്കില്ല. അച്ഛന്റെ സ്വഭാവം കാരണം ഇങ്ങനെ, കാരണം പേടിച്ചിട്ട് പോയിട്ടുണ്ടാവും. ജീവിതം ജനിച്ചത് മുതൽ ഈ ഒരു സ്വഭാവമല്ലേ കാണുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് അത് ഒരു പബ്ലിക്കായിട്ട് ഒരാൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയും. അപ്പൊ ഒരു വട്ടം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടികളെ പിന്നീട് എന്താണ് മറ്റുള്ള കേസ് പുറമെ ആരെങ്കിലും വരുന്ന സമയത്ത് എന്താണ് കുട്ടികളോട് ചോദിക്കുന്ന കാര്യം അവിടെ ഉണ്ടാവില്ല. കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവർക്കൊന്നും ഓർമ്മയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെ ഒഴിവാക്കും. അപ്പൊ എന്താ ഈ പറഞ്ഞിട്ടുള്ള ആൾ തന്നെ അവിടെ വീണ്ടും കുടയും, അവർ പെട്ടുപോകല്. ഓക്കെ സാറേ, വൈൻഡപ്പ് ചെയ്താലോ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ ഉണ്ടോ അവിടെ? ഈ കപ്പിൾ തെറാപ്പിക്ക് വരുമ്പോൾ പറയൂ. ഹലോ, പറയൂ. അത് ഈ കപ്പിൾ തെറാപ്പിക്ക് വരുമ്പോഴേ ചില കപ്പിൾസ് പറയാറുണ്ട്, ഇപ്പൊ അവര് ഹസ്ബൻഡിനെ മാക്സിമം കുറ്റപ്പെടുത്തിയിട്ട് സ്വയം ഞാനാണ് പെർഫെക്റ്റ്. അത് നമ്മൾ അവരെ തെറ്റുകൾ പറഞ്ഞു കൊടുത്താലും അവരെ മിസ്റ്റേക്കുകൾ പറഞ്ഞു കൊടുത്താലും അത് അങ്ങനെയല്ല, അതിനെ എപ്പോഴും കവർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ തെറ്റുകൾ മാത്രം അത് നമ്മളെത്ര ഇത് ഇങ്ങനെയാണ് സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുത്താലും അവരെ ന്യായത്തിൽ മാത്രം എത്ര നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവര് ന്യായത്തിനും അവരെ പെർഫെക്റ്റിനും മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അവരെ മാറ്റാൻ പറ്റാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ കപ്പിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് അവരടുത്ത് പറയണ്ടേ? അതിനാണ് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാണോ? അവിടെ തയ്യാറാണ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറ്റം പറച്ചിലും അവര് പറയുന്ന ന്യായമൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. അവര് പറയും നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതിനെന്താണ് കുറഞ്ഞ കാലം എന്താണ് ഈ തരുന്ന ഞങ്ങൾ പറഞ്ഞ ഫോളോ അപ്പ് നിങ്ങൾ തയ്യാറാക്കണം. പിന്നെ രണ്ടുപേരെ എന്താണ് ഈ പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഇതേപോലെ പറയണം, അല്ല ആൺകുട്ടി അതേപോലെ പറയണം. രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ വിശദമായി നമ്മൾ കേട്ടതിന് ശേഷം ഈ രണ്ടാളെ പ്രശ്നങ്ങളൊന്ന് വിശകലനം ചെയ്യുക. രണ്ടാളെ ഇരുത്തിയിട്ട് ഇന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അത് തുടക്കത്തിൽ ഒരു 6-7 സെഷൻ കഴിഞ്ഞിട്ട് ഇതിനൊരു എൻഡ് കിട്ടുന്നില്ല. നമുക്ക് ഒരു തെറാപ്പിസ്റ്റ്, നമുക്ക് കൗൺസിലേഴ്സിന് ഇത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക. ഇവരിങ്ങനെ ഇടയ്ക്കൊക്കെ വരുന്നു പോകുന്നു, അല്ലെ ഫോൺ വിളിക്കുന്നു ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. അതാവില്ല.
അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടി രണ്ടുപേരെ ഇരുത്തി ചോദിക്കാം, നിങ്ങൾ നാളെ രണ്ടാൾ ഒരുമിച്ച് വരണം. എന്നിട്ട് പറയാം നിങ്ങളെ പ്രശ്നങ്ങൾ ഇതൊക്കെ, നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇത് മാറ്റാൻ താല്പര്യമുണ്ടോ, അല്ലെ ഇതേപോലെ തന്നെ എല്ലാ കാലത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണോ താല്പര്യം? അത് നമ്മൾ വ്യക്തമായിട്ട് അവരോട് ചോദിക്കുക. അങ്ങനെ അത് താല്പര്യം ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാൻ അവരെ തയ്യാറാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ പറയുക, ഇനി പ്രശ്നം പരാതിയായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ എന്താണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചു കാലം അനുസരിക്കാൻ ശ്രമിക്കുക, അതേപോലെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുപോവുക. കാരണം നമ്മൾ എന്താണ് കുറച്ച് സ്ട്രിക്റ്റ് ആവേണ്ടി വരും. നമ്മൾ എപ്പോഴും എന്താണ് നമുക്ക് എപ്പോഴും പുഞ്ചിരിയോടുകൂടി പിന്നെ അതേപോലെ തന്നെ അവർ പറയുന്നതൊക്കെ കേട്ട് ഒരു ആക്റ്റീവ് ലിസണർ. പക്ഷെ നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് നമ്മളൊന്ന് മാറ്റണം. പല കേസുകൾ നമ്മൾ മാറേണ്ടി വരും. ചില സമയത്ത് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കേണ്ടി വരും. ചില സമയത്ത് എന്താണ് കുറച്ച് ശക്തമായിട്ടില്ലെങ്കിൽ ഷൗട്ട് ചെയ്യേണ്ട രീതിയിൽ പഠിപ്പിക്കേണ്ടി വരും. ചില തെറാപ്പികൾ ഇന്ന രീതിയിലാണ് നിങ്ങളെ പ്രശ്നം ചെയ്ത് OCD ഒക്കെ വരുന്ന സമയത്ത് എന്താ OCD കാരണം ഒരു ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്താണ് ആ OCD ഉള്ള ആളെ കൊണ്ട് നിർബന്ധമായിട്ട് നമ്മളെ ചെയ്യിപ്പിക്കേണ്ടി വരും. ഒരു കുട്ടിയെ ചെറിയൊരു കുട്ടീനെ പോലെ അതാണ് നമ്മൾ ആ എക്സ്പോഷർ അവരെ കൊണ്ട് നിർബന്ധമായി ചെയ്യിപ്പിച്ചാൽ മാത്രമേ മാറ്റണം. കാരണം എന്താണ് അവിടെ നമ്മൾ കൗൺസിലർ ആണ്, ഞാനെന്താണ് ഈ രീതിയിലേ പെരുമാറാൻ പറ്റൂ, കാരണം ഞാൻ അവരോട് അത്രയും ചെയ്യാൻ പാടില്ല ചിന്താഗതിയായിട്ട് ഇരുന്നാൽ നമുക്ക് അവിടെ വിജയിക്കില്ല. അവിടെ നമ്മുടെ സ്ട്രെങ്ത് അവിടെ കൂട്ടണം. എന്നിട്ട് അതിനനുസരിച്ച് അവരെ കുറയ്ക്കും. നമ്മൾ ഭയങ്കര രീതിയിൽ പറയുമ്പോൾ കൗൺസിലർ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ പണ്ട് നമ്മൾ നാട്ടിലെ കാരണന്മാരെ കേട്ടില്ലേ, അവരാണ് ശരിക്കും കൗൺസിലർ എന്ന് പറയുക. പല കേസുകൾ കണ്ടില്ല നാട്ടിലൊക്കെ അവന്റെ വിഷയം പാകുമ്പോൾ അവരായിരിക്കും വരിക, നമ്മളെ വീട്ടിലെ കാരണന്മാരൊക്കെ. എന്നിട്ട് അവരെന്താണ് അവർ പറയുന്ന ഒരു കാര്യമായിരിക്കും, കാരണം ബാക്കിയുള്ള ഒരു അക്ഷരാരമുണ്ട് അവരനുസരിക്കുക. ഇതാണ് നമ്മളൊരു പല കേസുകളും നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഒരു 7-8 സെഷൻ കഴിയുമ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം. അല്ലാണ്ട് ഈ ഏതൊരു കേസും അവസാനിക്കൂല, അതങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. അവര് ഫീസ് വന്നുകൊണ്ടിരിക്കും, നമ്മൾ ഫീസ് വാങ്ങി വെച്ചുകൊണ്ടിരിക്കും. ഒരു അവസാനം ഉണ്ടാണെങ്കിൽ കുറെയൊക്കെ നമ്മൾ എന്താണ് അതിൽ മാറ്റങ്ങൾ വരുത്തുക. അതിനെയാണ് ഈ ഇതിൽ പറഞ്ഞ ഇന്റർഗ്രേറ്റഡ് കൗൺസിലിംഗ് സ്കില്ല് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്താണ് അവർക്ക് സാഹചര്യം, എന്താണ് അത് കുറച്ച് ഒരു സ്ട്രെങ്ത് ആയിട്ട് പറയേണ്ട കാര്യമാണ്. ഇന്റർഗ്രേറ്റഡ് കൗൺസിലിംഗ് സ്കില്ല് പഠിച്ചവർക്ക് അറിയാം, ആ ടേം അതിലേക്ക് ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഫൈസൽ സാർ ഇവിടെ ഉണ്ടോ? സാറേ വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. നമ്മുടെ സൈക്കോതെറാപ്പിയുടെ സീരീസ് കണ്ടിന്യൂ ചെയ്തു പോകുകയാണ്. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ആഴ്ച മാത്രമല്ല, ഇനി തുടർ ആഴ്ചകളിൽ ഉണ്ടാകും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു സൈക്കോതെറാപ്പിയുടെ ഒരു സെഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ അതിൽ കമൻസുകൾ ഇടുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അറിയിക്കുക. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കൂടുതൽ ആളുകളിലേക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത നിസാർ സാറിന് വളരെയധികം സന്തോഷം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.